പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒത്തിരി പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാമോ മനസ്സിൽ? ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചാലേ ഞാൻ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. നീ എന്നെ രക്ഷിച്ചാലേ ഞാൻ രക്ഷിക്കപ്പെടുകയുള്ളൂ. നീ എന്നെ അനുഗ്രഹിച്ചാലേ ഞാൻ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. എൻ്റെ വചനം നിന്റെ പാദങ്ങൾക്ക് വിളക്കാണ്. എൻ്റെ വചനം തീ പോലെയാണ്, അത് പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ്. കണ്ണുകളെ ഒന്ന് അടച്ച്, ദൈവത്തിന് നിന്നെയാണ് ആവശ്യം. നിന്റെ മനസ്സാണ് ദൈവം നോക്കുന്നത്. നിന്റെ സാമ്പത്തികമോ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ നിന്റെ പാരമ്പര്യമോ നിന്റെ വീടോ സൗന്ദര്യമോ ഒന്നുമല്ല ദൈവം നോക്കുന്നേ. ദൈവം നോക്കുന്നത് നിന്റെ മനസ്സാണ്. കണ്ണുകളടച്ച് ഈ ഒരു കാര്യത്തെ ഒന്ന് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ വലിയൊരു വിശ്വാസത്തോടെ നിൽക്കുകയാണ്. ഓരോരുത്തരുടെയും കണ്ണുനീരിന് ദൈവസന്നിധിയിൽ വലിയ വിലയുണ്ട്, വലിയൊരു വിലയുണ്ട്. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചൊന്ന് പാടുന്നു. നന്ദിയോടെ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കാ നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച, പ്രാർത്ഥന സമർപ്പിച്ച എല്ലാവരെയും, അതോടൊപ്പം ചിലപ്പോൾ വ്യക്തിപരമായി കണ്ട നിയോഗം സമർപ്പിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം, തിരക്കു കാരണം. എങ്കിലും ആ നിയോഗവും ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം മേടിച്ചെടുക്കും. അവരുടെ ആ പ്രാർത്ഥനകൾ കൂടി സ്വീകരിക്കും. അവർക്ക് വേണ്ടി കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കടന്നുപോയവരെ ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടച്ച് 2024 എന്ന വർഷത്തിൽ ജനുവരി 1 മുതൽ 31 ദിവസം വരെ നടത്തുന്ന നിയോഗ പ്രാർത്ഥനയെ, ഓൺലൈനിലൂടെ നടത്തുന്ന നിയോഗ പ്രാർത്ഥനയെ ഒന്ന് സമർപ്പിക്കാമോ? അതിനുവേണ്ടി നമ്മൾ ഈ ഡിസംബർ മാസം 1 തീയതി മുതൽ പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസം തന്നെ ആരംഭിക്കുന്ന, രാവിലെ 5:30 ആരംഭിക്കുന്ന നിയോഗ പ്രാർത്ഥനയെ സമർപ്പിച്ച് ഒരുക്കമായി ഇപ്പോഴേ പ്രാർത്ഥിക്കുകയാണ്. ഇന്നു മുതൽ ആരംഭിക്കുന്ന 25 ദിവസം ക്രിസ്മസിന് ഒരുക്കമായ നാളുകളാണ്. ആ നാളുകളെല്ലാം ഒരുക്കത്തിൻ്റെ നാളുകളാക്കി മാറ്റുന്നു. ലോകം മുഴുവൻ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, സമീപ പ്രദേശങ്ങൾ, അകലങ്ങളിലൊക്കെ ലക്ഷോപലക്ഷം ആളുകളാണ് അതിലൂടെ അനുഗ്രഹിക്കപ്പെട്ടത്. ആ ഒരു ശുശ്രൂഷയെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ആ 2024 എന്ന പുതിയ വർഷം അനുഗ്രഹമാകുവാൻ, ആ വർഷത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ കാര്യങ്ങൾ വരെ അത്ഭുതമാകുന്ന വിധത്തിൽ സംഭവിക്കാൻ ദൈവവചനത്തോട് ചേർത്ത് വയ്ക്കുന്ന നിയോഗ പ്രാർത്ഥനയാണത്. ഈ ദിവസങ്ങളിൽ, ഈ വെള്ളിയാഴ്ചകൾ അതിവിടെ നടക്കുന്നുണ്ട്. എങ്കിലും ഓൺലൈനിലൂടെ എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അത് ഓൺലൈനിലൂടെ അടുത്ത മാസം ആരംഭിക്കുമ്പോൾ ആ ദിവസത്തെ ഇന്നേ തന്നെ ഒരുക്കത്തോടെ പ്രാർത്ഥിക്കും. ക്രിസ്മസിനായി ഒരുങ്ങുന്നതോടൊപ്പം ഞങ്ങൾ മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട് ഒരുങ്ങുന്നു. ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഈ ഒരു ശുശ്രൂഷയെ പറ്റി സാധിക്കുന്നിടത്തോളം ആളുകളോട് പറയുക, സാധിക്കുന്നിടത്തോളം ആളുകളിലേക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഇപ്പോഴേ ആ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുക, ഇപ്പോഴേ ഒരുങ്ങുക. 1 മാസത്തെ തീക്ഷ്ണമായ ഒരുക്കത്തിന് ശേഷം
2024 എന്ന വർഷത്തിൽ ആരംഭിക്കുന്ന നിയോഗ പ്രാർത്ഥന വലിയൊരു ചലനമുണ്ടാകാൻ, ദൈവവചനത്തിന്റെ ശക്തി ലോകത്ത് മുഴങ്ങുവാൻ, ദൈവവചനത്തിന്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് ജനം അറിയുവാൻ, ദൈവവചനം ഹൃദയത്തോട് ചേർക്കുവാൻ വലിയൊരു അഭിഷേകം ഈ ലോകത്തുണ്ടാകുവാൻ ഒന്ന് കരങ്ങൾ ഉയർത്തി ആ നിയോഗ പ്രാർത്ഥനയെല്ലാം ഒന്ന് 2024 എന്ന പുതിയ വർഷത്തിന്റെ ആദ്യ സമയം മുതൽ ആരംഭിക്കുന്ന ശുശ്രൂഷ ഏൽപ്പിച്ചൊന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയുടെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ ശുശ്രൂഷയുടെ ആദ്യ സമയം മുതൽ അനുഗ്രഹത്തിന്റെ മിനിറ്റുകളാക്കി മാറ്റണമേ. ആദ്യ മിനിറ്റുകൾ മുതൽ അനുഗ്രഹത്തിന്റെ സമയമാക്കണമേ. ആദ്യ സെക്കൻഡ് തന്നെ ഒരു വിടുതലിന്റെ സമയം ആയിരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇരിക്കാം, ഇരിക്കാം. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഹല്ലേലൂയ. ഇന്ന് ധാരാളം ആളുകളാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായി ഈ ആലയത്തിൽ ഇന്നലെ മുതൽ തന്നെ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. വലിയൊരു സന്തോഷമുണ്ട്. ഒത്തിരി പ്രായമായ ആളുകൾ പോലും വളരെ ത്യാഗത്തോടെ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ കാണുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒത്തിരി അപ്പച്ചന്മാരുണ്ട്, അമ്മച്ചിമാരുണ്ട്, യുവാക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ ഒരു ചൂടൊക്കെയുള്ള സാഹചര്യത്തിൽ ആ രീതിയിൽ തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെയാണ് ഇരിക്കുന്നത്, ഒത്തിരി കഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ അറിയാമെങ്കിലും നിങ്ങൾ വന്നിട്ടുള്ളത് ഒരു വലിയ ആഗ്രഹത്തോടെയാണ്, പ്രാർത്ഥനയോടെയാണ്, അതിനേക്കാളെല്ലാം ഉപരി പ്രതീക്ഷയോടെയാണ്. ഹല്ലേലൂയ. നല്ലൊരു കാര്യം നിങ്ങളെ അറിയിച്ചത് 2024 എന്ന പുതിയ വർഷം ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ നിങ്ങൾ? അതൊക്കെ ഒരു 3-4 മാസം കഴിഞ്ഞ് 4-5 മാസം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പം പ്രാർത്ഥിച്ചതിന് ദൈവം ഇടപെട്ടു എന്ന് പറയാൻ ഇടയാകത്തക്ക വിധം ദൈവം ഇടപെട്ടോളും. ഈ ഒരു ശുശ്രൂഷ നമ്മൾ 2024 ആദ്യ മാസത്തിൻ്റെ ആദ്യ വർഷത്തിൻ്റെ ആദ്യ ദിവസം തന്നെ തൊട്ട് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സാധിക്കുന്നിടത്തോളം ഈ ഒരു ക്രിസ്മസിന് ഒരുങ്ങുന്ന നാളിൽ ഈ ഒരു പ്രാർത്ഥനയും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. കാരണം നേരിട്ടിവിടെ വരാൻ സാധിക്കാത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവർക്കെല്ലാം അനുഗ്രഹമായത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളത്. അത് മുഴുവൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. ഞാനിന്ന് നിങ്ങളോട് ഒരു വചനം, ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. അത് ദൈവവചനത്തിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുമ്പം ഒരു വ്യക്തി അവരുടെ അപ്പനും അമ്മയും അവരുടെ മകളെ പ്രാർത്ഥിക്കാനായി എൻ്റെ അടുത്തൊരു ദിവസം കൊണ്ടുവന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ മുഖത്ത് വലിയ ദുഃഖമോ സങ്കടമോ ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷേ അമ്മയുടെയും അപ്പൻ്റെയും മുഖത്ത് ഒരു ഭയങ്കര പ്രയാസമുള്ളതായി എനിക്ക് മനസ്സിലായി. ആർക്കും മനസ്സിലാവും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒത്തിരി വിഷമത്തിലാണ്, നിങ്ങൾ എന്തോ ഒരു കാര്യം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ തലപുകഞ്ഞ് ആലോചിച്ചിട്ടും ശരിയാകാത്തത് കൊണ്ടാണല്ലോ നിങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഈ മകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യുന്നു? അവരൊരു ജോലി ചെയ്യുന്നയാളാണ്. അപ്പോൾ എന്താ വിഷയം? അപ്പോൾ അവർ പറഞ്ഞു, ഇവൾക്ക് ഒരാളെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇഷ്ടമുള്ളത് വിവാഹം കഴിച്ച് 2 മക്കളുള്ള, ഭാര്യയുള്ള, മക്കളുള്ള ഒരാളെയാണ് ഇവൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞൊരു വാക്ക് നിങ്ങളോട് പറയാം. ഫാദർ, എനിക്കറിയാം അത് തെറ്റാണെന്ന്, പക്ഷേ എനിക്ക് അയാളെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് ശരിയല്ലെന്ന്. എനിക്കറിയാം, 100% അറിയാം എനിക്ക് തെറ്റാണ്, ശരിയല്ല, ഇത് വെറും അടികൊള്ളേണ്ട ഒരു കേസാണ്. പക്ഷേ എനിക്ക് മറക്കാനോ
ഉപേക്ഷിക്കാനോ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ വ്യക്തിയെ നീ സ്നേഹിച്ചത്, ആ വ്യക്തി വിവാഹം കഴിച്ചതാണെന്ന് അറിഞ്ഞിരുന്നു. ആ വ്യക്തിക്ക് ഭാര്യയുണ്ടെന്നും 2 മക്കളുണ്ടെന്നും എനിക്കറിയാം. ഇത് ആ കുടുംബത്തിൽ വലിയ വിഷയമായിട്ടിരിക്കുകയാണ്. പക്ഷെ ഇവൾ ഒരിക്കലും പിന്മാറാൻ തയ്യാറല്ല. തെറ്റ് സമ്മതിക്കുന്നു, പക്ഷെ മാറാൻ പറ്റുന്നില്ല. ഒരു കുലുക്കോ ഇല്ല. അപ്പോൾ ഞാൻ ആ മാതാപിതാക്കളോട് ഒരു ചെറിയ കടലാസ് വലിച്ചു കീറി, അവിടെ ഉണ്ടായിരുന്ന ഒരു പേപ്പർ, ന്യൂസ് പേപ്പറിൻ്റെ ഒരു സൈഡ് ശകലം വെള്ള നിറമുണ്ട്, അതേ ഞാൻ 2 മക്കബയർ 8:18 എഴുതി കൊടുത്തു. എന്താണെന്നറിയാം? 2 മക്കബയർ 8:18, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും ഒരു അങ്കുലി ചലനം കൊണ്ട്, എന്ന് പറഞ്ഞാൽ ഒരു വിരലാണ്. അങ്കുലി എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു വിരലിൻ്റെ ചലനം കൊണ്ട് പോലും തറ പറ്റിക്കാൻ കഴിവുള്ള, അടുത്ത വാക്കെന്നാ? സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഇതൊരു വൃത്തിയുള്ള പേപ്പറിൽ പോലും അല്ല കേട്ടോ. അവിടെ കിടന്നൊരു ന്യൂസ് പേപ്പറിൻ്റെ അടിഭാഗത്ത് കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അതിൽ എഴുതി കൊടുത്തു. അതിങ്ങനെ കീറി വന്നത് പ്രത്യേക രീതിയിൽ കീറി വന്നു. അവർ പോയി പ്രാർത്ഥിച്ചു. ആ കൊച്ചെന്താ പറഞ്ഞെന്നറിയാമോ? ആ വ്യക്തിക്ക് ഭാര്യ ഉണ്ടെന്നറിയാം, മക്കളുണ്ടെന്നറിയാം, കല്യാണം കഴിച്ചതാണെന്നറിയാം. ഇവളാണെ കല്യാണം കഴിച്ചതല്ല. എന്നിട്ട് പോലും പറയുന്നു, ആ വ്യക്തിയെ എനിക്ക് ഉപേക്ഷിക്കാനോ മറക്കാനോ കഴിയുന്നില്ല. തെറ്റാണെന്ന് എനിക്കറിയാം, ശരിയല്ല എന്ന് എനിക്കറിയാം. ഞാൻ ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, ആ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലോ നിന്റെ പ്രതികരണം എങ്ങനെയാവും? അതിനാ വ്യക്തി മറുപടി തന്നില്ല. ആ ഭർത്താവിൻ്റെ, ആ ഭാര്യയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലോ? ഒന്ന് പോയി ചിന്തിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. ഈ വചനം കൊടുത്ത് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് നിങ്ങളോട് പറയാം. അത്ഭുതം, ഇതിന് അത്ഭുതം എന്നല്ലാണ്ടൊന്നും പറയാൻ പറ്റില്ല. ഇതൊന്നും അവരെ വിളിച്ചു കയറ്റി സാക്ഷ്യം പറയാനൊന്നും പറ്റുന്ന വിഷയമല്ല. അതൊക്കെ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അവരെ വിളിച്ച് ഇവിടെ നിർത്തി ഈ സാക്ഷ്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല, അവരും ആഗ്രഹിക്കുന്നില്ല, അതിനൊരു സെക്കൻഡ് പോലും തയ്യാറുമല്ല. പക്ഷെ അത്ഭുതം നടന്നത്, ഞാൻ ഒരു വാക്ക് അവരോട് പറഞ്ഞു, ഈ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലോ? അതവളെ വല്ലാതെ ചിന്തിപ്പിച്ചു, ഉറക്കം കെടുത്തി, അവൾക്ക് ഉറങ്ങാൻ പറ്റാതായി. അപ്പോൾ അവരുടെ അമ്മയും അവരുടെ ഈ പെൺകുട്ടിയുടെ അപ്പനും ഈ വചനം വച്ച് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവളുടെ സ്വഭാവത്തിൽ മാറ്റം, തീരുമാനത്തിൽ മാറ്റം, നിലപാടിൽ മാറ്റം. ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോയി നന്നായിട്ടൊന്ന് കുമ്പസാരിച്ചു. പിന്നീട് എനിക്കറിയാൻ പറ്റി, അവളുടെ ജീവിതത്തിലൊരു വലിയൊരു തിരിഞ്ഞ് ഇങ്ങനെ പോയ ആള് നേരെ മനസ്സും ചിന്തകളെല്ലാം തിരിഞ്ഞു. പ്രവർത്തിച്ചതാരാ? ദൈവം. ഇതുപോലെ ജീവിതത്തെ തിരിക്കുന്നൊരു ദൈവമുണ്ട്. എങ്ങനെ? നമ്മളിങ്ങനെ പോകുന്ന നമ്മളെ തിരിച്ചിങ്ങനെ കൊണ്ടുവരും. നമ്മൾ പറയില്ലേ, വണ്ടിയൊക്കെ പോകുമ്പം യു-ടേൺ എടുക്കുക, അവിടുന്ന് യു-ടേൺ എടുക്കുക, ഇവിടുന്ന് എടുക്കണ്ട, അവിടുന്ന് ഇങ്ങനെ എടുത്ത് ഇതിലേ വരണമെന്ന് പറയും. ഇതുപോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ പോകുന്ന നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ഇതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ഉത്തരം പറയാൻ പോകുമ്പോൾ ഒരു ചോദ്യമാണ്, ഒരു വചനം ഒരു കടലാസിൽ എഴുതി കൊടുത്തത് അവരെങ്ങനെയാണ് സ്വീകരിച്ചത്? എനിക്ക് ആ പൊസിഷൻ ഞാൻ പറയാം. ആ പെൺകുട്ടിയുടെ അപ്പച്ചൻ്റെ കയ്യിലേക്കാണ് കൊടുത്തത്. അവരത് സ്വീകരിച്ചത് നടുവിച്ചിരി കുനിച്ച്, അറിഞ്ഞുകൊണ്ടല്ല, അത് വലിയൊരു സ്വർണ്ണമാല അല്ലെങ്കിൽ ഒരു വലിയ സ്വർണ്ണക്കട്ടി കൊടുത്താൽ നമ്മളത് സ്വീകരിക്കില്ല, അതുപോലെ കുനിഞ്ഞത് സ്വീകരിച്ച് ആ കൈ നേരെ കൊണ്ടുവന്ന് ഇങ്ങനെ മുഖത്തേക്ക് വെച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് 100-ൽ 101% വിശ്വസിച്ച ഈ വചനം അങ്ങോട്ട് എടുത്തേന്ന് എനിക്ക് മനസ്സിലായി. ഈ വചനം വിശ്വാസത്തിൽ എടുത്തപ്പം ആ വീട്ടിൽ ദൈവ സാന്നിധ്യം ഇരിക്കാൻ തുടങ്ങി. പിന്നെ പ്രവർത്തിച്ചത് ആ വചനത്തിലിരുന്ന് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് ചേർന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ദൈവം കൊണ്ടുവരും. ഒരു വിഷയത്തിൽ നിന്നല്ല, സകല വിഷയത്തിലും
എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളെ ബൈബിൾ പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വീട് ഒരു ആലയമാണ്, ഒരു ഭവനമാണ്. അതിലിരിക്കാൻ കസേരയുണ്ട്, കിടക്കാൻ കട്ടിലുണ്ട്, സെറ്റിയുണ്ട്, നല്ല വിലയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നിങ്ങളുടെ ശരീരം, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ ദൈവത്തിനിരിക്കാനുള്ള കസേര എവിടെ മേടിച്ചിട്ടുണ്ടോ? ദൈവത്തിനിരിക്കാനൊരു സെറ്റി മേടിച്ചിട്ടുണ്ടോ നമ്മുടെ ശരീരത്ത്? എന്താണ് കസേരയും സെറ്റി എന്നൊക്കെ പറഞ്ഞാൽ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഒരു വചനം വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞത് സ്വീകരിക്കുമ്പം അത് ദൈവത്തിനിരിക്കാനുള്ള ഒരു കസേരയായി, അതൊരു ചെയറായിട്ട് മാറും. ആ വചനത്തിൽ നിങ്ങളുടെ അകത്തൊരു വചനം ഇരിക്കുമ്പോൾ ആ വചനം നിങ്ങൾ മനഃപ്പാഠമായി അത് വിശ്വാസത്തിൽ ഭംഗിയായി ഭാഷനായി സ്വീകരിക്കുമ്പോഴല്ല, അത് വിശ്വാസത്തിൽ എടുക്കുമ്പോൾ അവിടെ ദൈവം ഇരിക്കും. ആ വചനത്തിലൂടെ ദൈവസാന്നിധ്യം ഇരുന്ന് ആ വചനത്തിലൂടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വിശ്വസിച്ചൊരാൾ വചനം ഏറ്റെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ അനുഗ്രഹങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കും. പിശാചിന്റെ ചെങ്ങലകൾ ഓരോന്നായി പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കും. രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. എന്തൊക്കെ രണ്ട് കാര്യങ്ങൾ? ഒരാൾ ഒരു വചനം വിശ്വസിച്ചേറ്റെടുക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവസാന്നിധ്യം ഇരുന്ന് അനുഗ്രഹം ഓരോന്നായി ചേർന്നുകൊണ്ടിരിക്കുന്നു. ഒരാൾ ദൈവവചനത്തോട് വിശ്വസിച്ച് ആമേൻ പറഞ്ഞത് അങ്ങ് ഏറ്റെടുക്കുമ്പോൾ പിശാച് കെട്ടിയ ചെങ്ങലകൾ ഓരോന്നായി അതിന്റെ ബലം കുറഞ്ഞ് പൊട്ടി പോകാൻ തുടങ്ങും. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഒരാൾ നല്ലൊരു കുമ്പസാരം ഭാഷനായിട്ടും ഭംഗിയായിട്ടും പേരിന് കുമ്പസാരിക്കുമ്പോഴല്ല, സത്യസന്ധമായ ഒരാൾ പാപം ഏറ്റു പറയുമ്പോൾ പിശാചിന് നമ്മുടെ മേലുള്ള ബലം പൊട്ടിപ്പോകും. പിന്നെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി ഇല്ല കാരണം അയാളിൽ ദൈവ സാന്നിധ്യം നിറയും. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഇന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഇന്ന് കേൾക്കുന്ന ഈ വചനത്തിൻ്റെ അനുഗ്രഹം അവിടെ എത്തിക്കണം. അവിടെ ചെല്ലുമ്പോൾ ഒരു വഴക്കുണ്ടാക്കി കയറി ചെല്ലരുത്. ദേഷ്യപ്പെട്ട ഉള്ള അനുഗ്രഹം കളഞ്ഞ് കയറരുത്. ഇന്ന് ഞാൻ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി, എനിക്ക് കിട്ടിയ ആ വചനം, ദൈവമേ എൻ്റെ കാലം ഞാൻ നടന്ന ആ വീട്ടിൽ കയറുമ്പം ആ അനുഗ്രഹം എൻ്റെ വീട്ടിൽ നിലനിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ആ വീടിന്മേൽ ഒരു അനുഗ്രഹം വരും. നമുക്ക് കഴിയാത്തത് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരാൻ തുടങ്ങും. ദൈവവചനം നിങ്ങളുടെ അകത്തിരിക്കുമ്പം ആ വചനത്തിന്മേൽ ദൈവം ഇരുന്ന് നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു തരാൻ തുടങ്ങും. അതാണ് ദൈവവചനം വിശ്വസിച്ചെടുക്കുമ്പോൾ സംഭവിക്കുന്ന മിറക്കിൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വചനം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-ാമത്തെ വാക്യം. എല്ലാവരും ഏറ്റവും പുറകിലും സൈഡിലും മറ്റു ഭാഗങ്ങളിലും ഇരിക്കുന്നവർ, നിലത്തിരിക്കുന്നവർ, കസേരകളിൽ ഇരിക്കുന്നവർ എല്ലാവരും വചനം കേട്ടെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഓൺലൈനിലൂടെയാണ് ഇത് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ആ ബൈബിൾ എടുത്ത് ആ വാക്യം ഒന്ന് വായിച്ചേ. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്. നീ ആരുടെ വാക്ക്? ദൈവം പറയാ, നീ എൻ്റെ വാക്ക്, എൻ്റെ വചനം കേട്ടതുകൊണ്ട് മാത്രമല്ല, അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ, നിന്റെ മക്കളിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്. ഒരിക്കൽ കൂടി എല്ലാവരും കേട്ടെ. ദൈവവചനം പറയുവാണ്, നീ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചതുകൊണ്ട്. ഇവിടെ നിൽക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുവാണ്. ഇത് കേട്ട് നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ട്, അനുസരിക്കുന്നത് കൊണ്ട്, എനിക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെന്ന വ്യക്തിക്ക് മാത്രമല്ല, നിങ്ങൾ പോലും അറിയാതെ അടുത്ത ഒരു തലത്തിലേക്ക് ഈ അനുഗ്രഹം കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് ഈ ബൈബിൾ പ്രസ്താവിക്കുന്നു. എഴുതിയിരിക്കുകയാണ്, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്, സ്വീകരിച്ചതുകൊണ്ട് നിന്റെ മക്കളിലൂടെ
ലോകത്തിലെ ജനങ്ങൾ നിന്റെ മക്കൾ അനുഗ്രഹമാകുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ മക്കളിലേക്ക് ഒരു അനുഗ്രഹം കൈമാറ്റം ചെയ്യപ്പെട്ടത് എവിടെയാണ്? അപ്പനും അമ്മയും എന്ന നിലയിൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് ഏറ്റെടുത്തപ്പം അതാ അനുഗ്രഹം ഒരു പടി കൂടി തൊട്ടടുത്ത തലമുറയിലേക്ക് അത് മാറി വരുന്നു. അത് അനുഗ്രഹമായി മാറി കയറി ചെല്ലുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാക്കാണ് നിങ്ങൾ കേൾക്കുന്നത്. അതനുസരിക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു ദൈവാനുഗ്രഹത്തിന്റെ ചലനമുണ്ടാകുന്നു. ദൈവത്തിന്റെ ശക്തി നിങ്ങളെ തൊടാൻ തുടങ്ങുന്നു. ഈ വചനം വിശ്വസിക്കുന്നതിലൂടെ ദൈവം നിങ്ങളിൽ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ തുടങ്ങുന്നു. ഞാൻ ആദ്യം പറഞ്ഞ വ്യക്തിയുടെ അനുഭവം, ഒരു ഉപദേശവും ഒരു കൗൺസിലിംഗ് കാര്യമായിട്ട് കൊടുത്തില്ല. ഒറ്റ വചനമേ കൊടുത്തുള്ളൂ. ആ വചനം ആ വ്യക്തിയുടെ അകത്ത് അവരുടെ വീട്ടിലിരുന്ന് അവിടെ ഇരുന്നു ദൈവം അവരുടെ ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഏതായാലും ശരി, ഇന്ന് സന്തോഷമായി ജീവിക്കുന്നുണ്ട്. വലിയൊരു വഴിത്തിരിവുണ്ടായി. നിങ്ങളുടെ ജീവിതത്തിൽ വചനം കേൾക്കുന്ന നിങ്ങളിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകട്ടെ, വലിയൊരു നന്മയുണ്ടാകട്ടെ, വലിയൊരു വിടുതലുണ്ടാകട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളിലേക്ക് പകരപ്പെടട്ടെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഇപ്പം നിങ്ങൾ പറഞ്ഞ് കേട്ടൊരു വചനമില്ലേ, ദൈവത്തിൻ്റെ വചനം നീ കേട്ടതുകൊണ്ട് മാത്രമല്ല അനുസരിച്ചതുകൊണ്ട് ആ അനുസരണത്തിലൂടെ ദൈവ സാന്നിധ്യം നിന്റെ തലമുറകളിലേക്ക് വരുന്നു. എന്തുകൊണ്ടാണ്? ഒരു മന്ത്രവാദിയുടെ അടുത്തു പോയാൽ അയാൾ മന്ത്രം ഏതാണ്ടൊക്കെയോ ജപിച്ച് പിരിച്ച് അദ്ദേഹം ഒരു തകിടോ ഒരു നൂലോ ആദിയായ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ തന്നിട്ട് പറയും, ഇത് നിങ്ങൾ ആ മുറ്റത്ത് കുഴിച്ചിടണം, ഇത് നിങ്ങൾ വീടിൻ്റെ അകത്ത് കുഴിച്ചിട്ടേക്കണം, ഇത് അയാളുടെ പറമ്പിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഇട്ടേക്കണം. എന്തിനാണ് അയാൾ ഒരു തകിട് കൊടുത്തു വിട്ടത്? എന്തിനാണ് അയാൾ ഓതി മന്ത്രിച്ച ഒരു ചരട് കൊടുത്തു വിട്ടത്? എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്തത്? അയാൾ അതിലേക്ക് ആവസിച്ച, അതിലേക്ക് കൊണ്ടുവന്നൊരു തിന്മയുണ്ട്. ആ തിന്മ ആവാഹിച്ച് എടുത്തു വച്ചിരിക്കുന്ന തകിട് അയാൾ കൊണ്ടുവന്ന് എൻ്റെ പറമ്പിൽ കൊണ്ട് ഇടുമ്പം, എൻ്റെ തിണ്ണയുടെ സൈഡിൽ കൊണ്ട് കുഴിച്ചിടുമ്പം, എൻ്റെ എവിടെയെങ്കിലും കൊണ്ട് ഇടുമ്പം ആ തകിടയിലിരുന്ന് പിശാച് നിങ്ങളുടെ വീട്ടിൽ പല കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങും. നിങ്ങൾ കാണുന്നത് കുഴപ്പങ്ങൾ മാത്രമാണ്. ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നേ എന്തേലും ചെയ്യാൻ പറ്റൂ. അന്തരീക്ഷത്തിൽ നിന്ന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം, എവിടെയെങ്കിലും നിൽക്കണം. എനിക്ക് പ്രസംഗിക്കണം, ഇതുപോലൊരു പ്ലാറ്റ്ഫോം വേണ്ടേ? അന്തരീക്ഷത്തിൽ നിന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? ദൈവ സാന്നിധ്യത്തെ ഇരുത്തിയാൽ ദൈവം പ്രവർത്തിക്കും. അല്ല, അതൊന്നും ശ്രദ്ധിച്ചില്ല, എനിക്ക് പ്രാർത്ഥനയൊന്നും വലിയ വിശ്വാസമുള്ള കൂട്ടത്തിലല്ല, അങ്ങനെയെങ്കിൽ തിന്മയുടെ ശക്തി കയറി അവിടെ പ്രവർത്തിക്കും, കുഴപ്പങ്ങളുണ്ടാക്കും. ഒന്നും ചിലർ പറയില്ലേ, നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. കാലഘട്ടത്തിൻ്റെ പ്രശ്നമല്ല, അനുഗ്രഹം ലഭിക്കാത്തതിൻ്റെ കുറവാണ് പല പ്രശ്നങ്ങളുടെയും കാരണം. ഒരു പെൺകുട്ടി പറയുന്നു എനിക്ക് വിവാഹം വേണ്ട, വേറൊരു ആൺകുട്ടി പറയുന്നു എനിക്ക് വിവാഹത്തോട് താല്പര്യമില്ല. അപ്പോൾ നമ്മൾ പറയുന്നു അത് ഈ കാലഘട്ടത്തിൻ്റെയാണ്. കാലഘട്ടത്തിൻ്റെ അല്ല, ലഭിക്കേണ്ട നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കാത്തതിൻ്റെ കുറവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാ പറഞ്ഞത്, ഞാൻ ഒരു മന്ത്രവാദി അല്ലെ കൂടോത്രക്കാരൻ, അയാൾ എന്തൊക്കെയോ സാധനം നമ്മുടെ തരുന്നു, എന്തൊക്കെയോ സാധനം നമ്മുടെ തരുന്നു, അത് കെട്ടിത്തരുന്നു, അത് നമ്മുടെ പറമ്പിൽ അപ്പുറത്തെ പറമ്പിലേക്ക് ഇടാൻ പറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അയാളുടെ വീടിൻ്റെ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിട്ടേക്കാൻ പറയുന്നു. ചിലർ വാഹനം റിപ്പയർ ചെയ്യാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ ആ വാഹനത്തിൻ്റെ സൈഡുകളിലൊക്കെ ചില തകിടിരിക്കുന്നു. ഇത് എവിടുന്ന് വന്നു? ഇത് ആര് വെച്ചു? വണ്ടി ആരെങ്കിലും കൊടുത്തു വിട്ടിട്ടുള്ളൂ, ഇതെങ്ങനെ വന്നു? വെറുതെ മിറ്റം മാന്തിയപ്പോൾ അവിടെ കിടക്കുന്നു എന്തൊക്കെയോ സാധനങ്ങൾ. ചിലർ പറയും മുട്ട കൊണ്ട് വെക്കുന്നു. എന്തിനിതൊക്കെ കൊണ്ടുവെക്കുന്നത്? മന്ത്രവാദിക്ക് അവിടെ ഇരുന്ന് ഊതിയാ പോരായിരുന്നോ? ഊതിയാ പോകില്ല. തിന്മയുടെ ശക്തിയെ ചില തകിടിലും മുട്ടയിലും ഒക്കെ ആവാഹിച്ചിരുത്തി അവിടെ ഇരുന്നുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തെ തമ്മിത്തല്ലിക്കുന്നത്, നിങ്ങളുടെ മക്കളുടെ ഭാവി കളയുന്നത്, തെറ്റായ ബന്ധത്തിലേക്ക് പോകുന്നത്, ലഹരി ഉപേക്ഷിക്കാൻ പറ്റാത്ത നിലയിലിരിക്കുന്നത്. ചിലർക്കത് കൊടുത്ത്, ചിലർ പറയില്ലേ അത് വേറെ ഒരു ഭക്ഷണത്തിൽ കൊടുക്കും, ചിലർ വസ്ത്രത്തിൽ കൊടുക്കും. പല രീതിയിലുള്ള അഭ്യാസങ്ങളും പല രീതിയിലുള്ള കുതന്ത്രങ്ങളും മനുഷ്യനുണ്ട്, മനുഷ്യരെ തകർക്കാൻ, ഭാവി കളയാൻ. അപ്പം നമ്മൾ എന്തു ചെയ്യണം? കുതന്ത്രങ്ങൾ മെനയുന്നവരുടെ കുതന്ത്രങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ടെൻസ്ഡ് ആവുകയുള്ളൂ.
നമുക്കൊന്നും ഉത്തരം കിട്ടത്തില്ല. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, ഞാൻ വിശ്വസിച്ച് സ്വീകരിക്കുന്ന വചനം, ഞാൻ എൻ്റെ അകത്ത് ദൈവത്തെ ഇരുത്തുകയാണ്. ആ വചനത്തിലൂടെ ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇരുത്തുക. പിശാചിന് കയറി വരാനുള്ള ചെറിയ വിടവ് പോലും ഞാൻ വചനം കൊണ്ട് അടക്കുകയാണ്. അനുഗ്രഹം കയറി വരാനുള്ള വഴികളെ വിശ്വാസം കൊണ്ട് തുറക്കുകയാണ്. ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചെയ്യത്തില്ല. ഇപ്പൊ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ പറയുന്നൊരു വാക്കെന്നാണെന്നറിയാമോ? ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുമ്പം കാര്യം പ്രസംഗിക്കുന്ന ഞാനാണെങ്കിൽ പോലും അറിയാതെ പറയുന്ന കഷ്ടമായിപ്പോയി. നമ്മൾ പറയുന്ന കുറച്ച് വാക്കുകൾ എന്തൊക്കെയാണ്? ഓ, പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, എന്തു പ്രാർത്ഥന, ഇനി ഞാൻ ഒരു ധ്യാനത്തിന് പോകുന്നില്ല, എൻ്റെ ജീവിതം ഏതാണ്ടോ ശപിക്കപ്പെട്ടതാണെന്ന് തോന്നുന്നു, എന്തോ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ കിടപ്പുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഏതിനോട് പറയുന്നത്? ഏതിനോട് പറയുന്നത്? പ്രശ്നത്തെ നോക്കി പറയും. ഇതിലൂടെ സന്തോഷിക്കുന്ന ആരാ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിശാചിന് ഭയങ്കര സന്തോഷമാണ്. കാരണം അവന് കയറി വരാനുള്ള വാതിൽ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അവന് കയറി വരാനുള്ള വാതിൽ, എൻ്റെ മുമ്പിൽ വരുന്ന പ്രശ്നത്തോട്, ഓ കഷ്ടമായിപ്പോയി, ഞാനേതോ ശപിക്കപ്പെട്ടവനാ, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ ഗതി പിടിക്കുന്നൊന്നും തോന്നില്ല, ഞാനിങ്ങനെ തകർന്നേ കിടക്കത്തുള്ളൂ, എൻ്റെ ജീവിതമൊക്കെ വെറും പോക്കാ, ഞാനിങ്ങനെയൊക്കെ ജീവിച്ചു പോട്ടെ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിശാചിന് കയറാനുള്ള വാതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വലുതായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ യേശു എന്നാ പറഞ്ഞത്? യേശുവിനെ പിശാച് പ്രലോഭിപ്പിച്ചപ്പോൾ യേശു എന്താ പറഞ്ഞത്? ഈ കല്ലിനോട് അപ്പമാകാം പിശാച് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഓ കഷ്ടമായിപ്പോയി, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് പ്രലോഭനമാണല്ലോ, ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല. ഇതൊന്നുമല്ല പറഞ്ഞത്. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ അപ്പം കൊണ്ടും മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് വിശുദ്ധ ലിഖിതത്തിൽ എഴുതിയിട്ടില്ലേ എന്ന് പറഞ്ഞ ആ വാതിൽ അടച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രതിസന്ധി വരുമ്പോൾ അകത്തുണ്ടാകണ ഒരു വചനം, ആ വചനം കൊണ്ട് അന്നേരെ അതിനെ അടയ്ക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹം കയറാനുള്ള വഴി തുറക്കണം. അസ്വസ്ഥത സൃഷ്ടിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾക്ക് കയറി വരാനുള്ള വാതിൽ വചനം കൊണ്ട്, പ്രാർത്ഥന കൊണ്ടും അടയ്ക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ അടയ്ക്കും? എനിക്കൊരു വലിയൊരു വെല്ലുവിളി വരുന്നു, ഒരു പ്രതിസന്ധി വരുന്നു, ഓ ഭയങ്കര വെപ്രാളമായി, വിറയലായി, ആകെ വേർക്കാൻ തുടങ്ങി, ടെൻഷനായി, ദേഷ്യമായി, കണ്ണുനീരായി, കരച്ചിലായി, ഇരുന്നു, എഴുന്നേറ്റു, നടന്നു, ഓടി. അത്രയും കഴിഞ്ഞ് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ അന്നേരം ആ പ്രതിസന്ധിയെ നോക്കി 2 മക്കബർ 8:18 നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ, ലോകം മുഴുവനെ തന്നെ ഒരു അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിവുള്ള ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ എന്ന വചനം ഞാൻ ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ എടുത്തു പ്രാർത്ഥിക്കുന്നു. ആ പ്രതിസന്ധിയുടെ വരവ് അവിടം കൊണ്ട് നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ പ്രശ്നത്തെ നോക്കി തലയും ചൊറിഞ്ഞ് വിഷമിച്ചു, പ്രാഗി, ശപിച്ചു, കണ്ണുനീര് വന്നു, കരഞ്ഞു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയാൽ, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആരുടെയെങ്കിലും പ്രശ്നം പരിഹരിച്ചതായി ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തിക്ക് വല്ല അറിവുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആരുടെയും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? പ്രശ്നത്തെ നോക്കി എന്തൊരു പ്രശ്നമാണ്, എൻ്റെ കുടുംബജീവിതം എന്താ ഇങ്ങനെ, എൻ്റെ ജീവിത പങ്കാളി എന്താ ഇങ്ങനെ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വഴക്കുകളും അസ്വസ്ഥതയും നിരാശയും കൂടി 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 കട്ടപിടിച്ച് മുഖം കുറച്ചുകൂടെ കറുത്തു വരുമെന്നല്ലാതെ അനുഗ്രഹത്തിൻ്റെ വഴി ഓപ്പൺ ആകത്തില്ല. ആ പ്രതിസന്ധിയുടെ മുമ്പിൽ വചനം എടുത്താൽ അനുഗ്രഹത്തിൻ്റെ വഴി ഓപ്പൺ ആകും. പിശാചിന് കയറാനുള്ള വഴി അടയപ്പെടും. ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾക്കുകയാണ്. ശ്രദ്ധിച്ച്, ഈ വചനം നല്ല ഉപകാരപ്പെടുന്ന അനുഗ്രഹമുള്ള ഒരു വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം. മോഷ്ടിക്കാനും, ശ്രദ്ധിച്ചു കേട്ടോ, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. കള്ളൻ, ഈ കള്ളന്റെ സ്ഥാനത്ത് ആരാ? ഈ കള്ളൻ ഉദ്ദേശിച്ച ആരാണ്? പിശാചിനെ കുറിച്ച് യേശു പറഞ്ഞത് എന്തിനൊക്കെ? 3 കാര്യങ്ങൾ. ഒന്ന് കേട്ടെ, 3 കാര്യങ്ങൾ. മോഷ്ടിക്കാൻ, അയ്യോ അതിന് മാത്രം മോഷ്ടിക്കാൻ, എൻ്റെ വീട്ടിൽ ഒന്നുമില്ലല്ലോ, പണമൊന്നുമില്ല, ഞങ്ങൾ ദാരിദ്ര്യം പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്, ഇനി എന്നാ മോഷ്ടിക്കാനുള്ളത്? നിന്റെ പണം മോഷ്ടിക്കാനല്ല, നിന്റെ കുടുംബത്തിൽ ഇന്നലകളിൽ ഉണ്ടായിരുന്ന നല്ല ഒരു സന്തോഷം ഇന്ന് വഴക്കാണ്. അപ്പൊ സന്തോഷം ആരോ മോഷ്ടിച്ചോണ്ട് പോയി. അതുകൊണ്ടാണ് ഇന്ന് കാണുമ്പോഴേ ദേഷ്യം, കാണുമ്പോഴേ ചീത്ത, കാണുമ്പോഴേ ഒച്ചപ്പാട്. അയ്യോ അങ്ങനെ അല്ലായിരുന്നല്ലോ, 1 വർഷം മുമ്പ് നല്ല സന്തോഷമായിരുന്നു, വളരെ സ്നേഹത്തിലായിരുന്നു. ആ സന്തോഷം എന്താ 2023 ഡിസംബറിൽ ഇല്ലാത്ത? 2022 അത് ഉണ്ടായിരുന്ന സന്തോഷത്തെ ഈ പറഞ്ഞ കള്ളൻ, ദൈവവചനം പറയുന്ന ഈ കള്ളൻ പിശാചിനെ നോക്കിയിട്ടാണ് ആ കുടുംബത്തിൽ നിന്ന് ആ സന്തോഷം അങ്ങ് മോഷ്ടിച്ചോണ്ട് പോയി.
ഭാര്യയും ഭർത്താവും എന്ന നിലയിൽ വളരെ യോജിപ്പായിരുന്നു. എന്ത് ചോദിച്ചൊക്കെ പറയുള്ളായിരുന്നു. ഇപ്പോൾ ഒരു കാര്യം ചോദിക്കുകയില്ല, ഒരു കാര്യം പറയാല, മിണ്ടിയിട്ട് കുറേ നാളായി. ആ സന്തോഷമുള്ള ആ ഒരു കാര്യത്തെ ആരടിച്ചു മോഷ്ടിച്ചുകൊണ്ട് പോയത്? അപ്പുറത്തെ വീട്ടുകാരാണോ? ആ നാട്ടുകാരാണ്? ആ ദേശക്കാരാണ്? ആരുമല്ല. നീ ശ്രദ്ധിച്ചില്ല. നിന്റെ കുടുംബത്തിൻ്റെ സന്തോഷം മോഷ്ടിച്ചു പോയ ഒരു തിന്മ എവിടെയോ കയറി അതിലെ കളിക്കുന്നുണ്ട്. അതിനെ അടച്ചോണം, ഒഴിവാക്കിക്കോണം. മോഷ്ടിക്കാനും കൊല്ലാനും. എന്താ കൊല്ലുക? നമ്മൾ ആരെയും കൊല്ലാനൊന്നും പോകുന്നില്ല. എന്താ കൊല്ലുക? നിന്റെ ആത്മീയ ജീവിതത്തെ കൊന്നുകളയും. പ്രാർത്ഥിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട്. അതുകൊണ്ടല്ലേ പറയുന്നത്, എൻ്റെ കൊച്ചു പള്ളിയിലെല്ലാം ആക്റ്റീവായിരുന്നു, വളരെ സന്തോഷമായിരുന്നു. പായിട്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞായിരുന്നു. ഇപ്പം അവൻ എന്നാന്നറിയില്ല, പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോഴേ ദേഷ്യമാണ്, ഒരിക്കലും പള്ളി പോകത്തില്ല. അവൻ്റെ ആത്മീയ ദൈവത്തോടുള്ള ബന്ധത്തെ ആരോ കൊന്നുകളഞ്ഞു. ഇപ്പം ഇഷ്ടമില്ല. കൊല്ലാനും പിന്നെയോ നശിപ്പിക്കാൻ പിശാച് എത്രയോ കുടുംബങ്ങളെയാ നശിപ്പിച്ചത്, എത്രയോ പേരുടെ ഭാവിയാ നശിപ്പിച്ചത്, എത്രയോ കുടുംബങ്ങളെയാ തകർത്തത്. ആരാ നശിപ്പിച്ചത്? 3 കാര്യങ്ങൾ. ഇതിനെല്ലാം ഇന്ന് ദൈവത്തിൻ്റെ വചനം കൊണ്ട് അടച്ച് ഒരു വലിയ വിടുതൽ ഇവിടെ നിന്ന് കൊണ്ടുവരാനാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ ആദ്യ വെള്ളിയാഴ്ച ഒരു നിയോഗമാണ്. ഈ 3 കാര്യങ്ങളിൽ ഒരു വലിയ വിടുതൽ വരാൻ പോവുകയാണ്. ദൈവം ഒരുക്കുകയാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ വചനം ഒന്ന് സനുപുറക്കൊന്ന് വായിച്ചേ. മോഷ്ടിക്കാനും അല്ല. നിങ്ങളുടെ കുടുംബത്തെ നോക്കിക്കുക, എന്തൊക്കെയാ മോഷ്ടിച്ചോണ്ട് പോയേ? നല്ല സാമ്പത്തികവും നല്ലപോലെ വന്ന ഒരു ബിസിനസ്സും കൃഷിയിടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്നാ ചെയ്തിട്ടും കയറാൻ പറ്റുന്നില്ല. ആ നന്മയെ ആരോ മോഷ്ടിച്ചോണ്ട് പോയതാ, ഇല്ലാതായതല്ല. നിനക്ക് നന്നായിട്ട് പഠിക്കാനും എല്ലാം കഴിവുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഇന്ന് ആകെ തലതിരിഞ്ഞ സ്വഭാവം, എന്തോ നിന്നിലെ നന്മ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി. ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ നിനക്ക് പിടികിട്ടും. നിന്റെ കുടുംബത്തിലിരുന്ന് പ്രവർത്തിക്കുന്നത് ദൈവമല്ല. നിന്റെ കുടുംബത്തിലിരുന്ന് പ്രവർത്തിക്കുന്നത് ദൈവമാണെങ്കിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോകില്ല, ഒന്നും കള്ളം കൊണ്ടുപോകില്ല, ഒരാളും നശിപ്പിക്കുകയില്ല, ഒന്നും നശിച്ചു പോകത്തില്ല. അപ്പോൾ ഓർത്തോ, എന്തെങ്കിലും മോഷ്ടിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യമോ ഇല്ലാതാകുന്ന അവസ്ഥയുണ്ടെങ്കിൽ തിന്മയുടെ പ്രവർത്തനങ്ങളുടെ ചില സ്വാധീനങ്ങളാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം ഒന്നും കൂടി വചനം കേട്ടിട്ടൊന്ന് പ്രാർത്ഥിച്ച്. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണം. ഞാൻ ദൈവവചനത്തെ വിശ്വാസത്തോടെ സ്വീകരിച്ച് ദൈവത്തെ എൻ്റെ അകത്ത് ഞാൻ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി മന്ത്രവാദം ചെയ്യാൻ ഒരാൾ കയ്യിൽ നിറയെ പൈസയുമായി മന്ത്രവാദിയുടെ അടുത്ത് പോയി, കൂടോത്രക്കാരൻ്റെ അടുത്ത് പോയി എനിക്കെതിരെ മന്ത്രവാദം ചെയ്തിട്ടുള്ളത് സത്യമാണെങ്കിൽ അയാളുടെ പൈസ പോയതും സത്യമായിരിക്കും. അയാളുടെ പൈസ പോവും. ഇപ്പം ഞാൻ ദൈവവചനം ഞാൻ ഈ നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുമ്പോൾ ഞാനത് 10 പ്രാവശ്യം എൻ്റെ തലയിൽ കൂടെ കയറി ഇറങ്ങുന്നുണ്ട്. അതെൻ്റെ മനസ്സിലിരിക്കുക. ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിലൂടെ എന്നിലിരുന്ന് പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ആമേൻ. അതുകൊണ്ടാണ് ഒരാൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഇനി ഒരു വിഷമം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേ അത് സത്യമാണ്, ഞാനല്ല, എന്നിലൂടെ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഒരാളോട് പറയുന്നു ഈ വിഷയത്തിന് പരിഹാരമുണ്ട് കേട്ടോ, അതൊരു വിടുതലുള്ള വിഷയമാണ് കേട്ടോ, അതൊരു നന്മ വരുന്ന വഴിയാണ് കേട്ടോ, ഈ ഒരു കാര്യത്തിന് പൈസ മുടക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ എനിക്കറിയാം അതെൻ്റെ ബുദ്ധിയിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് കൊണ്ടല്ല വാക്ക് വന്നത്, ഞാൻ വിശ്വസിച്ച് സ്വീകരിച്ച വചനത്തിൽ ഇരിക്കുന്ന ദൈവ സാന്നിധ്യമാണ് ആ ഒരു ശബ്ദമായി അവിടെ വന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ദൈവവചനത്തെ ഭംഗി ഒരു സാധാരണ പോലെ കൊണ്ട് നടന്നിട്ട് കാര്യമുള്ളത്. വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ എന്ത് സംഭവിക്കും? ഇപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ഒന്നും മോഷ്ടിക്കപ്പെട്ടു പോവില്ല. മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനും ഇത് 3 നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കില്ല. ഹല്ലേലൂയ. അതൊക്കെ ഒത്തിരി പേര് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. ചിലർ മദ്യപാനത്തിൻ്റെ അടിമകളായി പോകുന്നു. അവർക്ക് എന്തെല്ലാം ചെയ്തിട്ടും അതിൽ നിന്നൊന്നും മാറാൻ പറ്റുന്നില്ല. മദ്യപാനിയായ ഒരാളോട് ചോദിക്കുന്നു, നിങ്ങൾ ഇത്രയും കുടിച്ചില്ലേ, ഇത്രയും വയ്യാതൊക്കെ ആയില്ലേ? ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. അയാളുടെ ഉള്ളിലിരിക്കുന്ന തിന്മ അയാൾ മെലിഞ്ഞുണങ്ങാൻ തുടങ്ങിയിട്ടും ഇത് മാറുന്നില്ല. ഇയാളെ നശിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ. അയാളുടെ കയ്യിലുള്ള പണവും അയാളുടെ ഭാവിയും ആരോഗ്യവും ആന്തരിക അവയവങ്ങളും സകലതും മെലിഞ്ഞുണങ്ങി ക്ഷീണിക്കാൻ തുടങ്ങിയിട്ടും
ഇപ്പോഴും മദ്യത്തോട് ആസക്തിയാ. അയാളിൽ പ്രവർത്തിക്കുന്നൊരു ദൈവത്തെ ഇരുത്തിയിട്ടില്ല. ആ അതുകൊണ്ട് എന്തു ചെയ്യണം? ഒരു വചനം കേൾക്കുമ്പോൾ ഇത് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, ഇത് ഞാൻ പണ്ട് കേട്ടതാ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അത് ബുദ്ധിയിലേ ഇരിക്കത്തുള്ളൂ. ആമേൻ പറഞ്ഞ ആ വചനത്തെ വിശ്വാസത്തിലൂടെ എടുക്കണം. നടക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, ഒരു സമയം കിട്ടുമ്പോൾ അന്നേരം ആ വചനം ചുണ്ടുപോലും അനങ്ങാതെ മനസ്സിൽ പറയണം, ഈ വചനം കൊണ്ട് ആ അസ്വസ്ഥതയെ ഞാൻ അടയ്ക്കുന്നു, ഈ വചനം കൊണ്ട് ആ തിന്മയെ ഞാൻ എടുത്തെറിയുന്നു. ഈ വചനം പറയുമ്പോൾ ഉണ്ടല്ലോ, പിശാചിന്റെ കടുംപിടുത്ത് ഇങ്ങനെ കട്ടിപ്പിടിച്ച് ഈ നീരാളി പിടിക്കുന്ന പോലെ ഇരിക്കുന്നെങ്കിലും വചനം പറയുമ്പോണ്ടല്ലോ ആ നീരാളിപ്പിടുത്തം പൊട്ടിപ്പോകും, ബലമില്ലാതാകും. ദൈവവചനം അകത്തുള്ളവന്റെ മുമ്പിൽ പിശാച് നിസ്സഹായനാണ്, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പിശാചിന് ദൈവവചനം ഉള്ള ഒരുത്തിനെ തൊടാൻ പേടിയാണ്. കാരണം പിശാചിനെ അത് പൊള്ളിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. പിശാചിനെ പൊള്ളിക്ക് ഓടും. പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം പറഞ്ഞത്, നീ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചത് കൊണ്ട് നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, ലോകത്തിൽ അവർ വലിയൊരു അനുഗ്രഹമായി മാറും. നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ ഇത്രയും കാര്യം വെച്ച്? എനിക്ക് മനസ്സിൽ തോന്നുന്നു ആരൊക്കെയോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിഷമിക്കുന്നുണ്ടെന്ന്. സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലും പല സന്തോഷമില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. കുഞ്ഞുങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ആകുലതയുണ്ട്, ശരീരത്തിൻ്റെ ആരോഗ്യം. ഏതെങ്കിലും തിന്മയുടെ സ്വാധീനത്തിൻ്റെ പരിണിത ഫലമാണെങ്കിൽ നമുക്കത് പൊട്ടിച്ചു കളയണം. അങ്ങനെയാണെങ്കിൽ നിലത്തായിരിക്കുന്ന ഒത്തിരി പേര് എഴുന്നേക്കാനൊക്കെ ഒത്തിരി പാടാന്ന് എനിക്കറിയാം. എങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളിത് ഓൺലൈനിലൂടെ, ഇത് ഫോണിലൂടെ ആയിരിക്കും കാണുന്നത്, പക്ഷെ നിങ്ങൾ അതിനെ നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, വേണ്ട ഒരുപാട് വചനങ്ങളൊന്നും എടുക്കണ്ട. 2 മക്കബർ 8:18 എല്ലാവരും ഒന്ന് എടുത്ത് 2 മക്കബർ 8:18 മനസ്സിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരും മനസ്സിൽ ഒരു അടുത്ത് നിൽക്കുന്ന ഒരാൾ പോലും കേൾക്കണ്ട. 2 മക്കബർ 8:18 ചുമ്മാ മനസ്സിലൊന്ന് പറ. 2 മക്കബർ 8:18, 2 മക്കബർ 8:10. ഞാൻ പറയുമ്പോൾ നിങ്ങൾ തിരിച്ചു പറഞ്ഞില്ലെങ്കിലും മനസ്സിലൂടെ ഒന്ന് കടത്തിവിട്ട്, എൻ്റെ ദൈവം 2 മക്കബർ 8:18 നമുക്കെതിരെ വരുന്ന ശത്രുക്കളിൽ നിന്നും ലോകം മുഴുവനെ തന്നെയും ഒരങ്കുലി ചലനം കൊണ്ട്, നേരിയ ഒരു ചലനം കൊണ്ട് തറ പറ്റിക്കാൻ, തോപ്പിക്കാൻ കഴിവുള്ള സർവശക്തനിലാണ് എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെ പ്രത്യാശ. ഈ വചനം വിശ്വാസത്തിൽ എടുക്കുമ്പോൾ പൊട്ടിപ്പോകുന്ന ഒരുപാട് തിന്മയുടെ സ്വാധീനങ്ങൾ പൊട്ടിപ്പോകും. അടഞ്ഞ പല വാതിലുകളും ദൈവം തുറക്കും. പിശാചിന്റെ വഴികൾ അടഞ്ഞ അനുഗ്രഹത്തിന്റെ വഴികളുടെ തിരിച്ചു വരും. ദൈവത്തിന്റെ ഇടപെടൽ ഇവിടെ സംഭവിക്കും. ഉൽപ്പത്തി പുസ്തകത്തിലെ വചനം, നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ മക്കളിലൂടെ, നിന്റെ വീടല്ല, നീ ലോകം അനുഗ്രഹിക്കപ്പെടുന്ന പറഞ്ഞത്. നിങ്ങളുടെ മക്കൾ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈ വചനം എല്ലാവരും ഒന്ന് പറഞ്ഞേ, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും ഒരങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഈ വചനം വിശ്വസിച്ചകത്ത് വയ്ക്കുമ്പോൾ അതിൽ വന്നിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ചിന്തിച്ച് അതൊരു കസേരയാ, നമുക്ക് ഇരിക്കാൻ ഒരു കസേര വേണം, ഒരു സെറ്റ് വേണം എന്ന് പറഞ്ഞ പോലെ അതല്ല നമ്മൾ ഇരിക്കുന്നത്. നിങ്ങൾ ആ വചനം വിശ്വസിച്ചേറ്റെടുക്കുമ്പോൾ ദൈവ സാന്നിധ്യം അതിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. നിങ്ങൾ വിശ്വസിച്ച്, ആ വചനം ഞാൻ വിശ്വസിക്കുന്നു, ആ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു, മറക്കാത്ത വിധത്തിൽ ഞാൻ സൂക്ഷിക്കുന്നു. 2 മക്കബർ 8:18 ഞാൻ വിശ്വസിച്ചേറ്റെടുക്കുന്നു. ആ വചനം ഒരു വള്ളിയോ പുള്ളിയോ മാറ്റമില്ലാതെ ഞാൻ അത് വിശ്വസിക്കുന്നു. ലോകത്തിന്റെ മേൽ വിജയം നേടാനുള്ള അത്ഭുത ശക്തി ആ വചനത്തിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 കരങ്ങളും ഉയർത്തി ആ വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ തീയിൽ മെഴുകുന്നത് പോലെ, തീയിൽ ബ്ലാസ്റ്റിക് എന്നതുപോലെ, തീയിൽ മഞ്ഞെന്നതുപോലെ തിന്മയുടെ ശക്തികളും അന്ധകാര സ്വാധീനങ്ങളും പൊട്ടിപ്പോകും. അതിന്റെ ബലം ക്ഷയിച്ചു പോകും. പിശാച് നിസ്സഹായനായി പോകും. പൈശാചിക ശക്തി നിസ്സഹായനായി പോകും. മന്ത്രവാദത്തിന്റെ കൂടോത്രത്തിന്റെ ക്ഷുദ്രപ്രയോഗം, ഏതു തരത്തിലുള്ള ശക്തി, ഏതു തരത്തിൽ നിങ്ങളുടെ കുടുംബത്തിലോ വ്യക്തി ജീവിതത്തിലോ നിങ്ങളുടെ സ്ഥാനം ഉണ്ടെങ്കിൽ ദൈവം അതെല്ലാം ആ കസേരയോടെ എടുത്തെറിയ, ആ
കസേരയോടെ എടുത്തെറിയ്. എന്നിട്ട് പറ, പിശാചിന് ഒരു സ്ഥാനവും എന്റെ ജീവിതത്തിലില്ല, പിശാചിന് ഒരു സ്ഥാനവും എന്റെ കുടുംബത്തിലില്ല, പിശാചിന് ഒരു സ്ഥാനവും എന്റെ ഭവനത്തിലില്ല. എന്റെ ജീവിതത്തിൽ എല്ലാ സ്ഥാനവും എന്റെ ദൈവത്തിന് മാത്രമാണ്, എന്റെ യേശുവിന് മാത്രമാണ്, എന്റെ യേശുവിന് മാത്രമാണ്, എന്റെ യേശുവിന് മാത്രമാണ്. എന്റെ യേശുവാണ് എന്റെ രക്ഷകൻ. നിങ്ങളെ രക്ഷിക്കാനും വിമോചിക്കാനും യേശു ആഗ്രഹിക്കുന്നു. നിങ്ങളെ രക്ഷിക്കാനും വിമോചിക്കാനും യേശു ആഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി ആ വചനം വിശ്വസിച്ചൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പൈശാചിക ശക്തികളുടെ ബലം മാറിപ്പോകട്ടെ, തിന്മയുടെ ശക്തി പൊട്ടിപ്പോകട്ടെ, ദൈവത്തിന്റെ ശക്തി ബലം പ്രാപിക്കട്ടെ, ദൈവത്തിന്റെ ശക്തി ബലം പ്രാപിക്കട്ടെ. രോഗാണുക്കളുടെ ശക്തി നിർവീര്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ഒരു നിമിഷം കണ്ണുകളടച്ച് വലിയൊരു നന്മയുമായി വേണം നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇന്ന് കയറി ചെല്ലുവാൻ. ഇതെങ്ങനെ കേൾക്കുന്നവരായിക്കൊള്ളട്ടെ, അതൊക്കെ ഒരു ദൈവം ഒരുക്കുന്നൊരു പാതയാണ്. നമുക്ക് തോന്നും ഇതൊന്നും മാറാൻ പോകുന്നില്ല, ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ലെന്ന്. പക്ഷെ അങ്ങനെ തോന്നിയാലും ദൈവം അത്ഭുതകരമായതിനെ തിരിച്ചു കൊണ്ടുവരും. സാവൂളൊന്നും ഒരിക്കലും മാറുമെന്നൊന്നും ആരും ആ കാലഘട്ടത്തിൽ വിചാരിച്ചില്ല. സാവൂളിൻ്റെ ജീവിതത്തെ പൗലോസായ ഒരനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാക്കി മാറ്റി. അങ്ങനെ ആ ജീവിതത്തെ തിരിച്ചു താരാ ഒരു മനുഷ്യന് ഒരു കൗൺസിലറും അല്ല, ദൈവത്തിൻ്റെ ഒരു തൊടലാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതമൊക്കെ മാറാൻ നടക്കാൻ തോന്നും, നടക്കാൻ സാധ്യതയില്ല, അങ്ങനൊന്നും പറയരുത്. ദൈവം ഒരുക്കും, ദൈവം ഒരുക്കും, ദൈവം വഴി തുറക്കും. ഇരിക്കാം. ഹല്ലേലൂയ. ഇങ്ങനെ എഴുന്നേൽപ്പിച്ചടയ്ക്ക് നിർത്തുന്ന ഒത്തിരി പാടുണ്ടെന്ന് എനിക്കറിയാം. കാരണം നിലത്തൊക്കെ ഇരുന്ന് എഴുന്നേൽക്കും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും നമ്മുടെ സൗകര്യങ്ങളൊക്കെ ഇച്ചിരി കുറവുണ്ട്. ഒക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ പരിഹരിക്കും. നമുക്ക് ഫാനിൻ്റെയൊക്കെ കുറവുണ്ട്, ആ ഫാനൊക്കെ നമ്മൾ മാറ്റും കേട്ടോ. അത് ചൂടൊക്കെ കുറവാണ്, അല്ലെ ചൂട് കൂടുതലാണ്, കാറ്റ് കുറവാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്രമീകരിക്കും. നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പം നമ്മളിപ്പോൾ കേട്ടൊരു കാര്യമാണ്, ദൈവത്തെ നമ്മളൊരു വചനം കേൾക്കുമ്പം നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് വചനം വായിക്കുന്നത്? അത് വായിച്ചു മടക്കി പോവാണ്. ആ വചനത്തെ വിശ്വാസത്തോടെ എടുക്കുമോ? അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നിന്നിൽ, ആ വചനത്തിൽ ദൈവം ഇരിക്കും. ആമേൻ. സിമ്പിളാണ്. ഇപ്പം ഞാനവിടെ വരിക, നിങ്ങളുടെ വീട്ടിൽ വരിക, നിങ്ങൾ ഇരിക്കാൻ ഒരു കസേരയിൽ നിന്ന് കുറേ നേരമൊക്കെ ഭിത്തിയിലൊക്കെ ചാരി നിൽക്കും, പിന്നെ ഇറങ്ങിപ്പോകും. ഇരിക്കാൻ ഒരു കസേരയൊക്കെ കൊടുത്താൽ നമുക്ക് ഇരിക്കും. ഇതുപോലെ ദൈവത്തിനിരിക്കാൻ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പം നിങ്ങളിൽ ദൈവത്തിനിരിക്കാൻ വിശ്വാസം വേണം, പ്രാർത്ഥന വേണം. അങ്ങനെ ഒരു കസേര ഇട്ട് കൊടുക്കണം. ആ വചനത്തിൽ ദൈവം ഇരിക്കും. അപ്പോൾ ആ വചനത്തിൽ ദൈവം ഇരുന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. അവിടെയാണ് മിറക്കിൾ ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സിമ്പിളാണ്, കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളാണ്. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനാണ് പാട്. ഇപ്പോൾ ഒരാളിങ്ങനെ പറയുന്നത് കേട്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ വടുവഞ്ചാലിലുള്ള ഒരാൾക്കൊരു ലെറ്റർ, ഒരു പാർസൽ അയച്ചു ഡൽഹിയിൽ നിന്ന്. വടുവഞ്ചാൽ പോസ്റ്റ് ഓഫീസിൽ അത് വന്നു. പോസ്റ്റ്മാൻ പാഴ്സലുമായിട്ട് എവിടെ വരും? ആ അഡ്രസ്സ് തപ്പിയുള്ള ആളുടെ വീട്ടിൽ വരും. അപ്പോൾ ഉടനെ അയാൾ കൈ ഇങ്ങനെ പുറകെ കെട്ടിയിട്ട് പറയാം, ഞാൻ ഒപ്പിടത്തൊന്നുമില്ല, എന്നെ അതിനൊന്നും കിട്ടിയാലെന്ന് പറഞ്ഞാൽ അയച്ച പാഴ്സൽ നിങ്ങളുടെ കയ്യിൽ എത്തുവോ ഇല്ലയോ? സിമ്പിൾ ഒരു പ്രാക്ടിക്കലായിട്ടൊരു കാര്യമുണ്ട്. ആ പോസ്റ്റ്മാൻ ഒന്നെങ്കിൽ ഒരു പേന എന്നിട്ട് ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു ഒരു ഒപ്പിട്ടേര്. ആ ഒപ്പിടുമ്പോഴാണ് പോസ്റ്റ്മാൻ ആ ബാഗിൽ നിന്ന് ആ പാഴ്സൽ, നിങ്ങൾക്കൊരു സംഭവമുണ്ട്. ഇതുപോലെ ദൈവം തൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് അയക്കുമ്പോൾ അത് ഒപ്പിട്ട് മേടിച്ചോണം. വിശ്വാസത്തിൻ്റെ ഒരു ഒപ്പം അവിടെ വേണം, പ്രാർത്ഥനയുടെ ഒരു ഒപ്പം അവിടെ വേണം. ഒപ്പിട്ട് കൈപ്പറ്റിക്കോണം, ഇല്ലെങ്കിൽ ഇത് തിരിച്ചു പോവും, ഇറങ്ങിപ്പോവും. ഒപ്പിട്ട് മേടിക്കണം. നമ്മുടെ ഇവിടെ ഇരിക്കും എന്തിനാണെന്നറിയാമോ? ചില അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വരുമ്പം ഇത് എനിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, ഈ വചനം എനിക്ക് വേണ്ടി, ഒപ്പിട്ട് മേടിച്ചോണം. അത് ആ വിശ്വാസത്തിൽ എടുക്കുകയാണ്. അത് അനുഗ്രഹമായി അത് മാറിക്കൊണ്ടിരിക്കും. ഒരു വചനം വിശ്വാസത്തിൽ എടുക്കുമ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ പിശാച് കെട്ടിവച്ചിരുന്ന തിന്മയുടെ ചെങ്ങലകൾ ഓരോന്നായി പൊട്ടി അങ്ങ് പോകും.
അനുഗ്രഹത്തിൻ്റെ അളവ് കയറി വരുന്നതിൻ്റെ എണ്ണം കൂടിക്കൂടി വരും. ആമേൻ. കള്ളൻ എപ്പോഴും വരുന്നത് ഉള്ളത് കൊണ്ടുപോകാനാണ്, അല്ലാണ്ട് എന്തേലോടെ വെച്ച് തരാനല്ല. ദൈവം എന്തിനാ വരും? ദൈവജനത്തിൻ്റെ രൂപത്തിൽ ദൈവം എന്തിനാ നിൻ്റെ ജീവിതത്തിൽ വരുന്നത്? ഉള്ളത് എടുത്തുകൊണ്ട് പോകാനല്ല, പിന്നെയോ നിനക്ക് ജീവനുണ്ടാകാൻ. പിന്നെയോ അതൊരു 1 കിലോ വെച്ച് നിങ്ങൾക്ക് ഉണ്ടാകാനാണോ? അടുത്ത വാക്ക് എന്താ? സമൃദ്ധമായി. ആ വാക്ക് ചുമ്മാ എന്ന് പറഞ്ഞേ, സമൃദ്ധമായി. എത്ര ബക്കറ്റിനകത്ത് കൊള്ളു? സമൃദ്ധമായി എന്ന് പറഞ്ഞാൽ എന്തേരെ അളവുണ്ടാവും? അത് അളവിനേക്കാളൊക്കെ ഉപരിയാണ്. സമൃദ്ധമായെന്ന് പറഞ്ഞാൽ വലിയൊരു നിറവാണത്. ദൈവം പറഞ്ഞ അതാ, ദൈവം നിൻ്റെ ജീവിതത്തിൽ വരുന്നത് നിനക്കുള്ളത് മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊണ്ടുപോകാനും അല്ല, നിനക്ക് ജീവനുണ്ടാകാൻ. നിനക്ക് ജീവൻ, നിൻ്റെ കുടുംബജീവിതത്തിൽ ഇങ്ങനെ ചതഞ്ഞ് പോകേണ്ടതല്ല, ജീവനുണ്ടാകണം. അതിനകത്ത് നിൻ്റെ കുഞ്ഞിനെ വളർത്തുന്ന കാര്യത്തിൽ നിനക്ക് ജീവനുണ്ടാകണം, നിൻ്റെ വരുമാനത്തിന് ജീവനുണ്ടാകണം. ജീവനില്ലെങ്കിൽ, ജീവനില്ലാത്തൊക്കെ ചത്തതായിട്ട് കിടക്കും, ചത്തതിനൊക്കുമേ ഇങ്ങനെ കിടക്കും. ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി, കുറച്ചളവല്ലത്, നല്ലൊരളവാണ്. സമൃദ്ധമായി അത് നിനക്കുണ്ടാകാനുമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുള്ള സമയമാണിത്, അതിന് ദൈവം ഒരുക്കിയ അവസരമാണിത്. അതൊട്ടും നഷ്ടപ്പെടുത്താത്തവരാകും നിങ്ങൾ, അതൊട്ടും കളയാത്തവരാ നിങ്ങൾ. അല്ലെങ്കിൽ ആരെ കൊണ്ട് പറ്റും ഈ ചൂട് സഹിച്ച് ഇതിനകത്ത് ഇറങ്ങിപ്പിടിച്ചിരിക്കാൻ? ആരെ കൊണ്ട് പറ്റും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ? ആരെ കൊണ്ട് പറ്റും അതിരാവിലെ ഇവിടെ വരാൻ? ദൈവത്തിൻ്റെ ഇടപെടലാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ വലിയ അടയാളങ്ങൾ ദൈവം ഒരുക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ഒരു വാക്ക്, ഒരു വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 8-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. നോഹ എന്ന കുടുംബനാഥൻ, നോഹ എന്ന അപ്പൻ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ചത് കൊണ്ട് എന്തനുഗ്രഹമാ കിട്ടിയെന്നൊന്ന് വായിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കാമോ? ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20-ാമത്തെ വാക്യം. നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ലായിരുന്നു അവിടെ. പക്ഷെ അദ്ദേഹം ഒരു ബലിപീഠം ഉണ്ടാക്കി നിർമ്മിച്ചു. എന്നിട്ടോ ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്ന് അവൻ അവിടുത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു. അവൻ ഒരു ബലി അർപ്പിച്ചു, ഒരു ബലിപീഠം പണിത് ഒരു ബലി അർപ്പിച്ചു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഒരു ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ്, നിങ്ങളുടെ നിയോഗം അർപ്പിക്കുകയാണ്. അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത വാക്യം ശ്രദ്ധിച്ചു, 21-ാമത്തെ വാക്യം. ആ ഹൃദ്യമായ ഗന്ധം, അവിടെ ഒരു വാക്കുണ്ട്, ഹൃദ്യമായ ഗന്ധം, ഒരു നല്ല സുഗന്ധം, ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചു. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കാണാത്ത ഒരു ആത്മീയ മണ്ഡലത്തിൽ നടക്കുന്ന അത്ഭുതമാണ്. ദൈവം നിങ്ങളെ നോക്കി പ്രസാദിക്കുന്നു. ദൈവം നിങ്ങളുടെ കുടുംബത്തെ നോക്കി പ്രസാദിക്കുന്നു. നിങ്ങൾ ചൂടും സഹിച്ചു ഇങ്ങനെ, നമുക്കാണെങ്കിൽ ഇരിക്കാൻ ഇത്ര പറ്റത്തില്ല. നമ്മൾ ആ ചൂടൊക്കെ സഹിച്ചു, ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടിക്കൂലിയും മുടക്കി ചുരം കയറി ദൂരെ നിന്ന് ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അതെല്ലാം വന്ന് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ കേൾക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ വേദ പുസ്തകം പറയുവാണ്, നിന്റെ പ്രാർത്ഥനകളിൽ ദൈവം പ്രസാദിക്കും എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് 9-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നോക്കിക്കേ. അങ്ങനെ ഒരു അപ്പം പ്രാർത്ഥിച്ചിട്ട് ഗുണം എങ്ങനെയാ നോക്കിക്കേ. നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു. അപ്പൊ എന്താ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ചെയ്ത കാര്യം എന്താ? ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച കുടുംബനാഥനായ നോഹയെ എന്താ ദൈവം ചെയ്തത്? നോഹിനെ മാത്രമല്ല, നോഹിൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരാൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രസാദിക്കും. മാത്രമല്ല, പ്രാർത്ഥിച്ച നിന്നെയും നിന്റെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കും. ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അനുഗ്രഹിക്കും എന്ന് പറഞ്ഞേ, അനുഗ്രഹിക്കും, അനുഗ്രഹിക്കും, അനുഗ്രഹിക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നോക്കൂ, അനുഗ്രഹിച്ചു. പ്രാർത്ഥന ഉയർന്നപ്പോൾ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടത് ഒരു അനുഗ്രഹമാണ്. നോഹയ്ക്ക് മാത്രമാണോ? തലമുറകളിലേക്കൊരു അനുഗ്രഹം കൈമാറി. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാകട്ടെ. ഇനി അടുത്ത ഒരു കാര്യം ഞാൻ വായിക്കുമ്പോൾ, നിയമാവർത്തന പുസ്തകം വളരെ
അനുഗ്രഹമുള്ളൊരു വാക്യം വായിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം. നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്രസക്തമായൊരു ഭാഗം ശ്രദ്ധിക്കപ്പെടുന്നത്. അതിൻ്റെ ഹെഡിങ് എന്നറിയാമോ? അനുഗ്രഹങ്ങൾ. നിയമാവർത്തനം 28-ാം അധ്യായം. ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ, വചനങ്ങൾ നിങ്ങളൊന്ന് വിശ്വാസത്തിൽ അത് കാണുകയും അത് സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. 28-ാം അധ്യായം 1-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്കുകേട്ട്. ഒന്നും കൂടി, ആരുടെ വാക്ക് കേട്ട്? നിന്റെ ദൈവമായ കർത്താവിന്. അതാ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്, അതാണ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടെ വായിക്കാം. നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട്, ചെവി കൊണ്ട് കേട്ട്. അടുത്തത്, ഇന്നു ഞാൻ നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ. അവിടെ പാലിക്കുമെങ്കിൽ എന്ന് പോരെ, എന്തിനാണ് മലയാളത്തിലൊരു വാക്ക് അതിനകത്ത് ഫിറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്? ഏത് വാക്കാണ്? സൂക്ഷ്മമായി. സൂക്ഷ്മമായി. ആ വാക്കൊന്ന് പറഞ്ഞേ, സൂക്ഷ്മമായി. ദൈവത്തിന്റെ വചനം ചുമ്മാ കേട്ടാ പോരാ, ചുമ്മാ അത് ശ്രദ്ധിച്ചാ പോരാ. സൂക്ഷ്മമായി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 10-35 കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിലാണെങ്കിൽ അധ്യാപകർ പറയില്ലേ, ആ കൊച്ചിന് നല്ല ശ്രദ്ധയുള്ള കൊച്ചാ, ആ ക്ലാസ്സിൽ വെച്ച് തന്നെ കൊച്ചെല്ലാം പഠിക്കും. ചില ആൾക്കാരെ കുറിച്ച് പറയും, ക്ലാസ്സിൽ ഒരു ശ്രദ്ധയില്ല, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എന്തൊക്കെയോ എഴുതി എന്തൊക്കെയോ വരച്ചോണ്ടിരിക്കുക, അതാ ഒന്നും പഠിക്കാത്തത്, അത് വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്നും മനസ്സിലാകട്ടുമില്ല. ചില കൊച്ചുകൾ ശ്രദ്ധിക്കും. അതാണ് അതേപോലത്തെ ഒരു വാക്കാണ് സൂക്ഷ്മമായി പാലിക്കും. അപ്പൊ ദൈവവചനം നമ്മളൊക്കെ ഇത്രയും നാൾ എങ്ങനെയാണെന്നറിയാം? ചുമ്മാതെ കേൾക്കുന്നു. കേൾക്കാത്ത പ്രസംഗമുണ്ടോ? എന്തെല്ലാം പ്രസംഗങ്ങളാണ് കേട്ടിരിക്കുന്നത്, എത്രയാ ധ്യാനമാ കൂടിയിരിക്കുന്നത്, എത്ര വചനങ്ങൾ സൂക്ഷ്മമായി കേട്ടിട്ടുണ്ട്, എത്ര വചനങ്ങൾ സൂക്ഷ്മമായി എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഒരു മൈക്ക് തന്ന അത്യാവശ്യമൊക്കെ പ്രസംഗിക്കാൻ മാത്രം എല്ലാവരുടെയും പ്രസംഗം കേട്ട് ജ്ഞാനം നിങ്ങൾക്ക് തന്നെ ഉണ്ട്. ദൈവസ്നേഹത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കാൻ 10 മിനിറ്റ്, ഒരുക്കം പോലും ഇല്ലാണ്ട് പലർക്കും പ്രസംഗിക്കാൻ പറ്റും. പക്ഷെ ദൈവവചനം പറയുന്നു, ചുമ്മാ കേട്ടാ പോരാ, ചുമ്മാ അത് എഴുതി വെച്ചാ പോരാ, സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും ഉന്നതനാക്കും. എന്നാ എഴുതിയിരിക്കുന്നത്? നീ നന്നായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ, ഇങ്ങനെ ബിസിനസ് ചെയ്താൽ ഉന്നതനാക്കുന്നല്ല. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ ചുമ്മാതൊരു ഭാഷനായി കേൾക്കണമെന്നല്ല, ഒരു ഭംഗിക്ക് കേട്ടൊരു ഭംഗി വാക്ക് പോലെയല്ല ഇത് എഴുതിയിരിക്കുന്നത്. സൂക്ഷ്മമായി പാലിച്ചാൽ നിന്നെ എല്ലാ ജനതകളെക്കാളും ദൈവം ഉന്നതനാക്കുന്നു. അപ്പൊ നമ്മൾ പലരും ഉന്നതന്മാരാകാത്തതിന്റെ കാരണവും പിടികിട്ടി കാണുമല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര നോക്കിയിട്ട് വളർന്നു വരുന്നില്ല. ദൈവത്തിന്റെ വചനം സൂക്ഷ്മമായി സ്വീകരിക്കണം. വിശ്വസിച്ച് ആത്മാവിൽ എടുക്കുന്നതിന് പറയുന്ന വാക്കാണ് സൂക്ഷ്മമായി. എന്താ സൂക്ഷിച്ചു നോക്കാന്ന് പറയില്ലേ? നമ്മുടെ കണ്ണിപ്പോലും കാണാൻ ബുദ്ധിമുട്ടുള്ള സാധനം കയ്യിൽ നിന്ന് താഴെ പോയാൽ നമ്മളിങ്ങനെ സൂക്ഷ്മമായി നോക്കും. ചെറിയൊരു കമ്മലോ എന്തെങ്കിലും ഒരു ചെറിയത്, എന്തെങ്കിലും ഒരു സ്വർണത്തിന് എന്തെങ്കിലും ഒരു പോയ നമ്മൾ പോലെ അത് ചെറുതായി എവിടെ സൂക്ഷ്മമായി സൂക്ഷിച്ച് നോക്കാൻ പറയും. അതുപോലെ വേണം ദൈവവചനം കേട്ടാൽ. അനുഗ്രഹം എന്ന് പറയാൻ കാരണം എന്നറിയാമോ? അടുത്ത വാക്ക് എന്നറിയോ? 2-ാമത്തെ വാക്യം ഒന്ന് കേട്ടേ. അവിടുത്തെ വചനം നീ ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം ഈ എഴുതിയിട്ടുണ്ട്. ഈ അനുഗ്രഹമെല്ലാം നാട്ടുകാരുടെ മേൽ ചൊരിയുന്നല്ല, പ്രാർത്ഥിച്ച് എടുത്ത നിന്റെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അതാ മുമ്പേ പറഞ്ഞത്, ദൈവവചനം വിശ്വാസത്തിൽ എടുക്കുമ്പോൾ പിശാചിന്റെ ബന്ധനങ്ങൾ പൊട്ടി 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 പോയിക്കൊണ്ടിരിക്കും. അനുഗ്രഹം വന്നു കയറിക്കൊണ്ടിരിക്കും. ദൈവം എനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കും. ദൈവം എനിക്ക് വേണ്ടി എൻ്റെ അകത്തിരുന്ന് ഞാൻ ദൈവവചനം വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ ആ വചനത്തിൽ ദൈവം ഇരിക്കുകയാണ് അകത്ത്. അതാ പറഞ്ഞത്, നീ ദൈവത്തിന്റെ ആലയമാണ്. അവിടെ ഇരുന്ന് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതാ എഴുതിയിരിക്കുന്നത്, ഈ വചനം നീ ശ്രദ്ധയോടെ കേട്ട് സ്വീകരിച്ചാൽ ഈ അനുഗ്രഹമെല്ലാം നിന്റെ മേൽ ചൊരിയും. ഇത്രയും നാള് പ്രാർത്ഥിച്ചു, വചനം കേട്ടു, എന്തെല്ലാം പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും അനുഗ്രഹങ്ങളൊന്നും ചൊരിയപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, എവിടെയോ ഒരു കുറവ് പരിഹരിക്കാനുണ്ട്. സൂക്ഷ്മമായി പാലിക്കണം, അത് വിശ്വാസത്തോടെ എടുക്കണം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാമോ? ഹല്ലേലൂയ. ഇത് നിങ്ങൾ 10 മിനിറ്റത്തേക്ക് അല്ലെങ്കിൽ റോട്ടിലെത്തി വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ പോകേണ്ട ഒരു ആശയമല്ല.
നിങ്ങൾ വീട്ടിൽ കയറി ചെല്ലുമ്പോഴേ ഒരു വഴക്കുണ്ടാക്കി, ഇന്ന് കേട്ടത് എന്നതാണെന്ന് ആലോചിച്ച് ഓർക്കെടുക്കാൻ പറ്റുന്നില്ല. എന്താണാവോ പുള്ളി പ്രസംഗിച്ചത്? 1 മണിക്കൂർ ഏതാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞു. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, വായിച്ചുന്ന വചനം അകത്ത് കൊണ്ടുപോയി വയ്ക്കണം. പിന്നെ അത് മറക്കാൻ പറ്റാത്ത വിധത്തിൽ അത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചതും ഓർമ്മയിൽ വെക്കണം. 10 മതി അങ്ങനത്തെ. 10 വചനയിലും വേണം ആ വചനത്തിൽ ദൈവമായിരിക്കുന്നേ. വിശ്വസിക്കുന്നുണ്ടോ അത്? അതായത് മന്ത്രവാദിയുടെ അടുത്ത് പോകുന്നവൻ്റെ അടുത്ത് പോകോ ശരിയായിക്കോളൂ എന്നല്ല, അയാൾ എന്തെങ്കിലും ഒരു മുട്ടയെങ്കിലും കൊടുത്തു വിടും. ആംപ്ലേറ്റ് അടിക്കാനുള്ള മുട്ടയല്ല, എവിടെയെങ്കിലും അയാളുടെ ആ അടുപ്പിന് ആ ചെടിച്ചട്ടിക്കകത്ത് കൊണ്ടുവച്ചേരെ, അയാളുടെ ആ വാഹനത്തിൻ്റെ സൈഡിൽ കൊണ്ടുവച്ചേരെ. അവനറിയാം ഇതിലിരുന്ന് അവൻ പണിതോളൂന്ന്. പിന്നെ ആവശ്യമില്ലാത്തതിന് വഴക്ക്, ഒരു സ്വസ്ഥതയില്ല, ഒന്നിനു പുറകെ രോഗങ്ങൾ. കണ്ടോ, ആ തകിടയിലിരുന്ന് അവൻ ഇത്രയും പണി ചെയ്തെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ വചനം 1000 കോടി തകിടിനേക്കാൾ വിലയുള്ളതാണ്. അത് ഒരെണ്ണം എടുത്ത് അകത്ത് വെക്കണം. അപ്പോൾ അവിടെ ആരിരിക്കും? ദൈവം ഇരിക്കും. ആ വചനം ഒരു പ്രതിസന്ധി വരുമ്പോൾ അന്നേരം അത് എടുത്തോണം. അവിടെ ഇരുന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നല്ല എഴുതിയിരിക്കുന്നത്. ഈ വചനം സൂക്ഷ്മമായി നീ പാലിച്ചാൽ ഈ അനുഗ്രഹമെല്ലാം അവിടെ ഇരുന്നോണ്ട് ഞാൻ നിനക്ക് ചെയ്തു തരും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലര് പറയില്ലേ, ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ഒരാളാണ് ഓഫീസിലുള്ളതെങ്കിൽ പറയില്ലേ, നീ ആ സംഭവമൊക്കെ ആയിട്ട് വന്നാൽ ഒരു 9:30 ആകുമ്പോഴത്തേക്കും വന്നാൽ മതി, ഞാൻ എല്ലാ കാര്യവും ചെയ്തു തരാമെന്ന്. ഇതുപോലെ ദൈവം പറയാം, നീ വിശ്വസിച്ച് വചനം ഏറ്റെടുക്ക്, നിന്റെ ജീവിതത്തിൽ ഇരുന്ന് ദൈവം ഈ അനുഗ്രഹം എല്ലാം ചെയ്തോളൂന്ന്. അത് അടുത്ത വാക്യം നോക്കിയേ, എവിടൊക്കെ ദൈവം ചെയ്യും? നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ അധ്വാനത്തിൽ, നിന്റെ വചനം അകത്തിരിക്കുന്ന വചനത്തിലിരിക്കുന്ന ദൈവ സാന്നിധ്യം നിന്റെ അധ്വാനങ്ങളെ എല്ലാം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. നഗരത്തിലും വയലിലും ചെയ്യുന്ന ജോലികളിലെല്ലാം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. അടുത്തത്, നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടം ആട്ടിൻപറ്റം എല്ലാം അനുഗ്രഹിക്കപ്പെടും. മാവ് കുഴയ്ക്കുന്ന പാത്രം അനുഗ്രഹിക്കും. പാത്രം, അടുക്കളയിൽ മാവ് കുഴയ്ക്കുന്ന പാത്രത്തിന് വരെ വിലയുണ്ടായി. നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലിരിക്കുന്ന മാവ് കുഴയ്ക്കുന്ന പാത്രം ഇപ്പോൾ എവിടെയാണെന്ന് ഒന്ന് ചെന്നാലേ പറയത്തുള്ളൂ എവിടെയാണ് ഇരിക്കുന്നതെന്ന്. ചിലപ്പോൾ അത് അപ്പുറത്തെ മരത്തിൻ്റെ ചോട്ടി കഴുകുമ്പോൾ എടുത്തിട്ട് പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ അത് ഇതിൻ്റെ പാദത്തിന് അടി വെച്ചിരിക്കുമായിരിക്കും. ദൈവവചനം അകത്തിരിക്കുമ്പോൾ പറയുക, നിന്റെ അടുക്കളയുടെ അപ്പുറത്തെ ആ അടി വച്ചിരിക്കുന്ന മാവ് കുഴയ്ക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ വരെ ഇതിൻ്റെ റിസൾട്ട് വരുമെന്ന്. പോരെ, ഇതൊക്കെ സ്പീഡിൽ വായിച്ചു പോയിട്ടുണ്ട്, ചിന്തിച്ചിട്ടില്ല. നിന്റെ പാത്രത്തിൽ വരെ. അടുത്ത വാക്യം ഭയങ്കരമാണ്. 7-ാമത്തെ വാക്യം, നിനക്ക് എതിരെ വരുന്ന ശത്രുക്കളെ. അപ്പൊ നിനക്കെതിരെ എന്തു വരും? എല്ലാവരും കേട്ടോ, എത്രയാണെന്ന് പറഞ്ഞാലും നിനക്കെതിരെ എന്തു വരും? നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. എൻ്റെ മുമ്പിൽ വെച്ച് തോൽപ്പിക്കണമെങ്കിൽ ദൈവം എവിടെ ആയിരിക്കണം? എൻ്റെ മുമ്പിൽ വെച്ച് ഒരാളെ തോൽപ്പിക്കണമെങ്കിൽ എൻ്റെ അത്ര അടുത്തായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ ശത്രുവിനെ ഞാൻ അപ്പുറത്തെ മരത്തിൻ്റെ പുറകെ വെച്ച് തീർക്കും എന്നല്ല പറഞ്ഞത്, നിന്റെ മുമ്പിൽ വെച്ച്. അപ്പം ശത്രു എവിടം വരെ കയറി എത്തി? ദൈവം വീടിൻ്റെ പടിക്കലെത്തി, എൻ്റെ തോൽപ്പിക്കാൻ എൻ്റെ പടിയിലെത്തി, അവിടം വരെ എത്തി, നടന്ന് അവിടെ എത്തി. നിന്റെ ശത്രു അങ്ങന്ന് വന്ന് ഇങ്ങനെ കയറി പടിക്കലെത്തി. പക്ഷേ നീ അകത്ത് ദൈവവചനം ഉള്ളവനായതുകൊണ്ടും വചനത്തിൽ ദൈവസാന്നിധ്യത്തിൽ നിൽക്കുന്നവനായതുകൊണ്ടും നിന്റെ ശത്രുവിനെ ഞാൻ നിന്റെ മുമ്പിൽ വച്ച് തോൽപ്പിക്കും. അവൻ്റെ അവിടം കൊണ്ട് തീരും. അതിനകത്തോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കൂലെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഗ്രഹം ഉണ്ടെങ്കിൽ നന്നായി കരങ്ങളടിച്ചൊരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ ശത്രു അടുത്ത് നിന്റെ തോൽപ്പിക്കും. അടുത്ത് ഭയങ്കര അനുഗ്രഹമുള്ള വാക്കാണ്. നിനക്ക് എതിരായി അവർ ഒരു വഴിയിലൂടെ വരുള്ളൂ. നിനക്കെതിരെ ശത്രു എങ്ങനെ വരും? ഒരു വഴി കൂടെ ഇങ്ങനെ വരും. നീ ആ വഴി, പലരും ആ വഴിയിലാ പെരുവഴിയിലായത്. പലരും പെരുവഴിയിലായത് ഈ ഒരു വഴിയുടെ മുമ്പിലാണ്. പലരും പെരുവഴിയിലായി പോയി. ഇതിലെല്ലാം പോയ പെരുവഴിയിലാകും. യേശു പറഞ്ഞു, ഞാനാണ് വഴി, ഈ വചനമാണ് വിളക്ക്.
ഇതിലെ പോയാൽ ആരും ഈ പുസ്തകത്തിലെ വാക്യങ്ങൾ ഇത് വിശ്വസിച്ചേറ്റെടുത്ത ഒരു കുഞ്ഞിന്റെ ജീവിതവും ഒരു പെരുവഴിയിലും ആയിട്ടില്ല. ആമേൻ. ചിലർ പറയില്ല ഞാൻ ഒരു വഴിയായി ഇപ്പോൾ എന്ന് പറയും. ചിലർ പറയില്ല ഞാൻ ഇങ്ങനെ ജീവിച്ചൊരു വഴിയായി, ഞാൻ ഒരു തരത്തിലെത്തിയിരുന്നു. അങ്ങനല്ല എഴുതിയിരിക്കുന്നത്. നിന്റെ ശത്രു ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. ബോംബിട്ട് തകർത്താൽ ചിന്നിച്ചെതറുന്നത് പോലെ അതാ എഴുതിയിരിക്കുന്നത്. ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ ചിതറി. പിന്നെ അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും നടക്കത്തില്ല. അത്രയും ചിതറിച്ച് കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്രയൊന്നും ചിതറിച്ചു കളയാൻ കെൽപ്പുള്ള ആരും ഇല്ല. അതാ പറഞ്ഞത്, ഇത്രയും ദൈവവചനത്തിൽ നിൽക്കുന്നവന് വേണ്ടി 10,000 രൂപയും കൊടുത്ത് മന്ത്രവാദിയുടെ അടുത്ത് പോയി അയാളെ തീർക്കാൻ വേണ്ടി ശത്രുവിനെ ഒരു വഴിക്ക് പറഞ്ഞു വിടുമ്പോൾ ആ പോയവൻ്റെ 10,000 രൂപ പോയത് തന്നെ. അവൻ്റെ പൈസ പോയത് 10,000 രൂപ വെറും. കാരണം അവൻ്റെ ശത്രു അവൻ ഉദ്ദേശിച്ചിടത്തോളം നടന്ന് അവൻ്റെ മുമ്പിൽ വരെ വരുവുള്ളൂ. അവനെ അവിടെ വെച്ച് തോപ്പിക്കും. അവിടെ വച്ച് തോപ്പിക്കും. അയ്യോ, ശരിക്കും ഇത് മനസ്സിലായോ? തോപ്പിക്കും. ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ 7 വഴിക്ക് അവരുടെ ജീവിതം ഒരു വഴിയാവും. ശത്രുവിൻ്റെ കാര്യം പിന്നെ ഒരു വഴിയാവും. പിന്നെ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലും പറ്റൂല. കാരണം എന്താ? അവർ പല വഴിക്ക് ചെതറിപ്പോയി. ഇപ്പോൾ എവിടെയാണെന്നറിയില്ല. ഒപ്പം വന്നവരൊന്നും കാണുന്നില്ല. ദൈവവചനം അകത്തുള്ളവൻ്റെ ഇതൊക്കെ അനുസരിച്ചാൽ ഒരു വിടുതലുണ്ട് കേട്ടോ. അതാ പറഞ്ഞത്, ദൈവത്തോടും ദൈവവചനത്തോടുള്ള ബന്ധം കളഞ്ഞു കുളിക്കരുത്. ശ്രദ്ധിച്ചേ, പലരും പറയും നീ എന്തിനാ പ്രാർത്ഥിക്കാമോ, നീ അല്ലാണ്ട് ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? അവരും ഇവരും പറയുന്നത് കേട്ട് എൻ്റെ ദൈവത്തോടുള്ള ബന്ധം കളഞ്ഞു കുളിക്കരുത്. ആ ബന്ധമാണ് നിന്റെ അനുഗ്രഹത്തിന്റെ വഴിത്തിരിവ്. ശത്രു ഒരു വഴിക്ക് വരും, നീ കാണത്തില്ല. കയറി നിന്റെ എല്ലാ തകർന്ന് തരിപ്പണമാക്കുമ്പോഴാണ് പലർക്കും ബോധോദയം ഉണ്ടാകണത്. പലരും തകർന്നല്ലോ, ചതിവ് പറ്റിയല്ലോ, നഷ്ടമായല്ലോ, അതകത്ത് കയറി എല്ലാ പണികളും ചെയ്തതിന് ശേഷമാണ് പലരും ഓടി പരക്കം പായണത്. നിന്റെ ശത്രു നിന്റെ പടിക്ക് വരുമ്പോഴേ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നീ ഇവിടെയും ദൈവം അപ്പുറത്തെ കിലോമീറ്റർ 100 മീറ്റർ അപ്പുറത്ത് നിന്നാൽ കാര്യം നടക്കില്ല. എൻ്റെ ദൈവത്തിൻ്റെ അകത്തിരുത്തണം. വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന വചനത്തിലൂടെ എൻ്റെ ദൈവത്തിൻ്റെ അകത്തിരിക്കണം. എൻ്റെ ദൈവം അകത്തിരുന്നാൽ നിന്റെ ശത്രുവിന് വരാൻ പറ്റുന്ന ദൂരം നിന്റെ അടുത്ത് വരെ പറ്റുള്ളൂ. തൊടാൻ പറ്റില്ല, തൊട്ടാ പൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വഴിക്ക് വരും, 7 വഴിയിലൂടെ പോകുന്നല്ല, 7 വഴിക്ക് പലായനം ചെയ്യും, ജീവനം കണ്ടോടൂന്ന്. നിന്റെ അകത്തിരിക്കുന്ന ദൈവം ഇതുപോലെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർ മാത്രം ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ എല്ലാവരും ഇന്ന് കേൾക്കണം. കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ്. അകത്ത് കയറ്റിയേക്കരുത്. അകത്ത് കയറ്റിയത് കൊണ്ടാണ് പലരും പറയുന്നത്. ഇപ്പോൾ പലർക്കും പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ല. ചില ആൾക്കാർ കല്യാണം വേണ്ട, വിവാഹപ്രായം, എനിക്ക് കല്യാണം വേണ്ട, ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതെന്താ? അപ്പോൾ അവർ ചിന്തിക്കണം, എന്തേലും ഈ കൊച്ചെന്ത് ഇങ്ങനെ ചിന്തിക്കണത്, എന്താണ് ഈ വ്യക്തി ഇങ്ങനെ തീരുമാനിക്കുന്നത്? കള്ളൻ വരുന്നത് നിനക്ക് ജീവിതം ഉണ്ടാക്കാനല്ല, നിനക്കൊരു നല്ല ജീവിതം തരാനല്ല, നിൻ്റെ ഉള്ള ജീവിതത്തെ തകർത്ത് കളയാനാണ്, നശിപ്പിക്കാനാണ്. സമ്മതിച്ച് അകത്ത് കയറ്റിയേക്കരുത്, അകത്ത് കയറ്റരുത്. പലരും വിളിച്ച് അകത്ത് കയറ്റിയതാ ഇന്ന് കാറിക്കൂവി നടക്കാൻ കാരണം. വിളിച്ച് കയറ്റരുത്. ഒരു നൂല് വലുപ്പത്തിൽ ഒരു ഗ്യാപ്പ് ഉണ്ടവരെ അടച്ചോണം. പിശാചിന് കയറി വരാനുള്ള ഒരു നൂൽ ഗ്യാപ്പ് ഉണ്ട്, അവിടെ അടയ്ക്കണം. അത് പേസ്റ്റ് ചെയ്തേക്കണം, അത് വേണ്ടത്. ദൈവത്തിന് അനുഗ്രഹം തരാനുള്ള എല്ലാ വഴികളുടെയും വിസ്തീർണവും വലുപ്പവും ഒക്കെ പൊളിച്ച് വലുതാക്കിക്കോണം. നമ്മളതാ ഇവിടെ ചെയ്യുന്നത്. പിശാചിന് കയറി വരാനുള്ള ചെറിയ നൂൽ വണ്ണത്തിലുള്ള ഗ്യാപ്പുണ്ട്, അടയ്ക്കുമത്. എൻ്റെ വിശ്വാസത്തിൽ വചനം ഏറ്റെടുത്ത ആ അനുഗ്രഹത്തിൻ്റെ വാതിലിനെ വലുപ്പമുള്ളതാക്കി മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കൽ കൂടി കേട്ടെ, ഒരു വചനം വിശ്വസിച്ച് അകത്തിരിക്കുമ്പം അവിടെ ഇരുന്ന് ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ഈ 28-ാം അധ്യായം മുഴുവൻ. നിന്റെ അടുക്കളയിലിരിക്കുന്ന പാത്രത്തിന് വരെ, അതായത് മേശയുടെ അടിയിൽ വെച്ചിരിക്കുന്ന മാവ്, ദോശ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ കലക്കി വെച്ചിരിക്കുന്ന ആ പാത്രമില്ലേ, അതിൽ വരെ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകുമെന്ന് എഴുതിയിരിക്കുന്നത് നീ വചനം അനുസരിക്കുമ്പം. അങ്ങനെയെങ്കിൽ പാത്രത്തിൽ മാത്രമല്ല,
നിന്റെ സന്തതികളുടെ മേൽ, സന്തതികളുടെ മേൽ അനുഗ്രഹത്തിന്റെ പകർച്ചകൾ നടന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തൊരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ലൂക്കാ സുവിശേഷം 22-ാം അധ്യായം 35-ാമത്തെ വാക്യം പറഞ്ഞ് നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ലൂക്കാ സുവിശേഷം 22-ാം അധ്യായം 35-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടോ. ഇതിനോട് ബന്ധമൊന്നും അത് കാര്യമായിട്ടില്ലെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാനായി വചനം എടുക്കുകയാണ്. അനന്തരം അവൻ അവരോട് ചോദിച്ചു. ആരോട് ചോദിച്ചു? യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ മടിശീലയോ ഭാണ്ഡമോ ചെരിപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ. അപ്പൊ എങ്ങനെ അയച്ചത്? മടിശീലയില്ല, ചെരുപ്പില്ല, ഭാണ്ഡമില്ല, പൈസയില്ല, മാലയില്ല, ഒന്നും ഇല്ലാണ്ടാണ് അയച്ചത്. എന്നിട്ട് യേശു ചോദിച്ച ചോദ്യം എല്ലാവരും കേട്ടെ, നിങ്ങൾക്ക് എന്തേലും കുറവുണ്ടായോ? എന്തെങ്കിലും കുറവുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഒന്നും തന്നില്ല നിങ്ങൾക്ക്. മടിശീലയോ ചെരുപ്പോ ഭാണ്ഡമോ ഫുഡ് മേടിക്കാൻ പൈസ മേടിക്കുക, ഒന്നും ഭക്ഷണം മേടിക്കാനുള്ള പൈസയോ ബാഗ് മേടിക്കാനുള്ള പൈസ ഉടുപ്പ് മേടിക്കാനുള്ള പൈസ ഒന്നും തന്നില്ല. എന്നിട്ട് ചോദിച്ചു എന്തെങ്കിലും കുറവുണ്ടോ? അപ്പൊ തിരിച്ചു പറഞ്ഞു ഉത്തരം നോക്കിക്കേ. അവർ പറഞ്ഞു ഒന്നിനും കുറവുണ്ടായില്ല, ഒരു കുറവും ഉണ്ടായില്ല. അതാര് പറഞ്ഞതാ? ശിഷ്യന്മാർ ടെസ്റ്റിമണിയാ പറഞ്ഞത്. ചുമ്മാ ബുദ്ധിയിൽ എടുത്തൊരു സാധനം വിട്ടതല്ല. അവരുടെ ജീവിതത്തെ പെട്ടെന്ന് പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഒന്നിനും കുറവുണ്ടായില്ല. ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റണ്ടേ? അയ്യോ, ഇങ്ങനെയൊക്കെ ജീവിച്ച് എങ്ങനെ നടക്കും, എങ്ങനെ ചെയ്യും എന്നൊക്കെ ഓർത്തു. ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. ഒന്ന് എഴുന്നേറ്റു നിന്നേ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റു. ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മളെ കാണുന്നുണ്ടെന്നങ്ങ് വിശ്വസിച്ചേ. ഈ ചൂടും സഹിച്ച് ഇതിനകത്ത് നിൽക്കുന്ന ആയിരങ്ങളുണ്ട്. നീ നിയോഗ പ്രാർത്ഥനയിൽ വിവിധ ദേശങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന അകത്തും പുറത്തുമായ ആയിരങ്ങളുണ്ട്. ഇതാ നിങ്ങളുടെ ജീവിതത്തെ ദൈവം കാണുന്നു. ദൈവം നിന്നെ കാണുന്നു. ദൈവത്തിൻ്റെ ശക്തി നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ഇറങ്ങി വരുന്നു. ദൈവത്തിൻ്റെ വചനം നിന്നിലിരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഒരിക്കൽ കൂടി ആ വാക്ക് ഞാൻ പറയുകയാണ്. ഒരു വചനം, ദൈവമേ ഞാനത് വിശ്വസിക്കുന്നു. 2 മക്കബർ 8:18 ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ അകത്ത് ഞാനത് സൂക്ഷിക്കുന്നു. ഒരിക്കലും മറക്കാനാവാത്ത വിധം ഞാൻ അകത്ത് സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അകത്തത് സൂക്ഷിക്കുമ്പോൾ ആ വചനത്തിൽ ഇരുന്ന് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് തോൽപ്പിക്കും. ഞാൻ അതിനെ നീ തോൽക്കുകയില്ല, നിന്റെ ശത്രു നിന്റെ മുമ്പിൽ തോക്കും. എത്ര പേരുടെ അനുഭവമാണെന്നറിയാമോ? ശത്രുക്കൾ ഉള്ളവരാ നമ്മൾ പലരും. കാണുമ്പോൾ ചിരിക്കുന്ന പലർക്കും നമ്മളോട് ഉള്ളിൽ ശത്രുതയുണ്ട്. പലർക്കും നമ്മളോട് ദേഷ്യമുണ്ട്. പലരും നമ്മൾ തകർന്നു കാണണമെന്ന് എവിടെയൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെയോ നിന്റെ അകത്തിരിക്കുന്ന ദൈവ സാന്നിധ്യം നീ തകർന്നു പോകാൻ സമ്മതിക്കുകയില്ല. നീ തളർന്നു പോകാൻ അനുവദിക്കുകയില്ല. നീ വീണു പോകാൻ സമ്മതിക്കുകയില്ല. അടുത്ത വാക്യം, നിനക്കെതിരെ ഒരു വഴിയിലൂടെ 100 കണക്കിന് ശത്രു വന്നാലും നിന്റെ മുമ്പിലേക്ക് വരുന്ന ശത്രുവിനെ ഒരിക്കലും ചേരാൻ പോലും പറ്റാത്ത വിധത്തിൽ 7 വഴിക്ക് ചിതറിച്ചു കളയും. നിന്റെ ശക്തി കൊണ്ടല്ല. അതാ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾക്ക് വല്ലതും കുറവുണ്ടായോ? ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു, ഞങ്ങൾക്കൊന്നിനും ഒരു കുറവുണ്ടായില്ല. ഇതൊക്കെ പറയാൻ പറ്റണ്ടേ? ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. വിശ്വസിച്ച് വചനം സ്വീകരിച്ച് എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് അധരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം കാണുന്ന കണ്ണുകൾ, എല്ലാം കേൾക്കുന്ന കാതുകൾ, എല്ലാം അറിയുന്ന ഹൃദയവും നിന്റേതു മാത്രമല്ലോ നാഥ, നിന്റേതു മാത്രമല്ലോ. എല്ലാം പാടാമോ? എല്ലാം കാണുന്ന കണ്ണുകൾ, എല്ലാം കേൾക്കുന്ന കാതുകൾ, എല്ലാം അറിയുന്ന ഹൃദയവും നിന്റേതു മാത്രമല്ലോ നാഥ, നിന്റേതു മാത്രമല്ലോ. കണ്ണുകളടച്ച് ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല വിടുതലിൻ്റെയും ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? എനിക്കൊരു നല്ല കാലമൊക്കെ ഉണ്ടാകുമോ? ഉണ്ടാകും. ആമേൻ.
എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാകുമോ? ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, എന്നിട്ട് ശരിയായില്ലല്ലോ. ഞാൻ ഒരുപാട് പരീക്ഷ എഴുതി, എല്ലാം തോൽവിയാണല്ലോ. ജയിക്കും. ആമേൻ. നല്ല ജീവിതം ഉണ്ടാകും. വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ആഗ്രഹം പോലും നിന്റെ അകത്തുണ്ടാകത്തില്ലായിരുന്നു. ആഗ്രഹം തന്ന ദൈവമാണെങ്കിൽ അവിടെ എത്താനുള്ള വഴി ദൈവം ഉണ്ടാക്കും. ആമേൻ. ആമേൻ. മനസ്സിലായോ? ഇസ്രായേൽക്കാർ ഈജിപ്തുകാർ അടിമത്തത്തിലാണ്. പോകാനുള്ള ഒരു വഴിയില്ല. ഉള്ളതെല്ലാം വെള്ളം കൊണ്ട് മൂടിക്കിടക്കുകയാണ്. വെള്ളം ആരാ മാറ്റിയേ? വകഞ്ഞ് മാറ്റിയതുപോലെ വെള്ളം മാറ്റിയത് ദൈവത്തിൻ്റെ കരമല്ലേ? അവിടെ വഴി ഉണ്ടാക്കിയത് മോശയല്ല, ഏതെങ്കിലും ഒരു എൻജിനീയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ബുദ്ധിമാൻ വന്ന് ചെയ്തതല്ല. അവിടെ ആ വെള്ളത്തെ മാറ്റി വഴിയുണ്ടാക്കിയത് ദൈവമാണ്. ഇതുപോലെ നമുക്ക് വഴിയില്ല. നമ്മുടെ മുമ്പിൽ നമ്മൾ പറയില്ല, എൻ്റെ ജീവിതം ഒരു പെരുവഴിയിലായിരുന്നു, എൻ്റെ ജീവിതം അവിടെ എവിടെ എത്തിയില്ല, ഞാൻ തോറ്റു, എവിടെ ചെന്നാലും പരാജയം. ആ പറച്ചിലൊക്കെ നിർത്തിയിട്ട് ഒരു പ്രാവശ്യം മനസ്സിൽ പറഞ്ഞ് എനിക്ക് വേണ്ടി ഒരു വഴി ദൈവം ഉണ്ടാക്കും. വിശ്വസിക്കുന്നു. ഇല്ല, വഴിയില്ല. അവിടെ ഉള്ള വഴി കൂടെ എങ്ങനെയും പിടിച്ച് പോകാനല്ല, നല്ലൊരു വഴി നിനക്ക് പോകാനുള്ളത്, വീഴാതെ നിനക്ക് ചെളി താന്നു പോകാതെ പോകാൻ പറ്റിയൊരു വഴി. ഏത് രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? അപ്പോൾ നമ്മൾ നോക്കിയിട്ട് പറയാം, അവിടെ ഇങ്ങനെയാണ്, അവിടെ ഇൻ്റർവ്യൂ പ്രശ്നമാണ്, ഇവിടെ എനിക്ക് റിജക്ഷൻ വന്നു, അവിടെ ശരിയായില്ല, ആ ഇൻ്റർവ്യൂ ഞാൻ ഫെയിലായിപ്പോയി, എന്നറിയത്തില്ല. നിനക്ക് പോകാനുള്ള വഴി ഉണ്ടാക്കാൻ ലോകത്തെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ അറിയാം. ദൈവത്തിനറിയാം. വഴി അടഞ്ഞു എന്നും പറഞ്ഞ് പോകാൻ വരട്ടെ, ശരിയാകുകയില്ലെന്നും ശരിയാകൂല, ഞാൻ എന്തോ കുഴപ്പമാണെന്നും പറഞ്ഞ് ഗേറ്റ് തുറന്ന് മതി പ്രാർത്ഥിച്ചത് പോയേക്കാന്ന് പറഞ്ഞ് പോകാൻ വരട്ടെ, വണ്ടി സ്റ്റാർട്ടാക്കാൻ വരട്ടെ. നിനക്ക് വേണ്ടി ദൈവം ഇടപെടും. വിശ്വസിക്കുന്നു. മനുഷ്യനാരും ഒരണിവിരൽ ചലിപ്പിച്ചില്ലേലും ദൈവം നിനക്ക് വേണ്ടി മുഴുവൻ ശക്തി ഉപയോഗിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ ഒരുക്കും. അതിനു വേണ്ടിയാണ് ഇത്രയും നല്ല വചനം കേട്ടത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ദൈവമേ, എനിക്ക് പണ്ട് ആരോ എൻ്റെ കൂടോത്രം ചെയ്തൊരു സമൻ്റെ പറമ്പിൽ കിടന്ന് കിട്ടിയല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ തകിടിനും ആ മുട്ടയ്ക്കും ആ ചെയ്തു കൂട്ടിനൊക്കെ അതൊക്കെ ഒന്നും മേലാത്തൊരു ശക്തി പോലെ അങ്ങ് ദ്രവിച്ചു പോകുന്നത്. അത്രയുള്ള അതിൻ്റെ പവർ. അത് ഓർത്ത് ഭാരം. ഇനി അതായിരിക്കും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ചിന്തിക്കരുത്. പിശാച് നിസ്സഹായനായി പോകും. ചൂടായി പഴുത്തിരിക്കുന്ന ഒരു പാത്രത്തെ തൊട്ടാൽ പെട്ടെന്ന് കൈയെടുക്കില്ലേ? അതുപോലെ ദൈവത്തിൻ്റെ വചനത്തിലിരിക്കുന്ന ജീവിതങ്ങളെ തൊട്ടാൽ തൊടുന്നതേ അറിയത്തുള്ളൂ, കൈവലിക്കും. തൊട്ടാ പൊള്ളും. അതാ തൊടാത്തത്. അതുപോലെ നിങ്ങളുടെ കുടുംബം അങ്ങനെ ആകട്ടെ. പിശാചിനൊക്കെ കയറി തകർത്ത് കളയണമെന്ന് ആഗ്രഹമുണ്ട് പലതിനെയും, ശുശ്രൂഷകളെ, ആത്മീയ ജീവിതത്തെ, കുടുംബത്തെയൊക്കെ. തൊട്ടാ പൊള്ളും. എൻ്റെ വചനം തീയാണ്, അത് നിന്റെ നാവിൽ ഞാൻ വെച്ചു തരും. പാറയെ തകർക്കുന്ന കൂടം പോലെയാണ്. അസാധാരണമായ ശക്തിയുണ്ട് കേട്ട വചനത്തിന്. വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ആ വാക്യം പറയട്ടെ. ദൈവത്തിൻ്റെ വാക്ക് നീ അനുസരിച്ചത് കൊണ്ട്, ബാക്കി പറഞ്ഞ നിന്റെ മക്കളിലൂടെ ലോകം അനുഗ്രഹമാകും. ലോകമാകട്ടോ, നിന്റെ വീട്ടുകാർ മാത്രമല്ല. നീ വചനം അനുസരിക്കുമ്പോൾ നിന്റെ അടുക്കളയിൽ, ആ ഒരു അടുക്കളയുടെ ഒരു സൈഡിലിട്ടിരിക്കുന്ന ആ ദോശ ഉണ്ടാക്കിയ ആ കുഴച്ച പാത്രത്തിൽ വരെ അനുഗ്രഹത്തിൻ്റെ ആ വചനത്തിൻ്റെ റിസൾട്ട് പോവുകയാണ്. അവിടം വരെ എത്തുവാണ്. ഒരുപാടുണ്ട് നിന്നിലിരുന്ന് ദൈവം ചെയ്യുന്നതാ ഇതൊക്കെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കട്ടെ. ആമേൻ. ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പരിശുദ്ധ കുർബാനയെ നോക്കി നിങ്ങളൊരു നിയോഗം വെച്ച്, ഒരു നിയോഗം സമർപ്പിച്ച്, ഒരു നിയോഗം ഏൽപ്പിച്ച്, എൻ്റെ പ്രാർത്ഥന ഇതാണ് കർത്താവേ, എൻ്റെ ആവശ്യം ഇതാണ് കർത്താവേ, എൻ്റെ വേദന ഇതാണ്, എൻ്റെ പ്രശ്നം ഇതാണ് എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. എല്ലാവരും ദൈവനാമത്തിൻ്റെ വലിയൊരു അത്ഭുത ഇടപെടലുകൾ ഇവിടെ സംഭവിക്കും. അത്ഭുത ഇടപെടലുകൾ ഇവിടെ സംഭവിക്കും. അത്ഭുത ഇടപെടലുകൾ ഇവിടെ സംഭവിക്കും. അത്ഭുത ഇടപെടലുകൾ സംഭവിക്കും. അത്ഭുത ദൈവ പ്രവർത്തികൾ സംഭവിക്കും. ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി, എല്ലാ ഇന്ന് എഴുതിയിട്ട
എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥന മേടിച്ച് എല്ലാ കുടുംബങ്ങളെയും ഇന്ന് ശുശ്രൂഷകൾക്ക് ശേഷം ആരൊക്കെ നിയോഗ പ്രാർത്ഥന എടുക്കുന്നുണ്ടോ, ആ നിയോഗം സമർപ്പിക്കുന്നുണ്ടോ, അവരെ എല്ലാവരെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. വഴി തെറ്റിപ്പോയ മക്കൾ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ ശക്തി തകർന്നു പോകാൻ പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി പ്രാബല്യത്തിന് വരാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, യേശുവേ, എന്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. 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 ഒരിക്കൽ കൂടി ഈ ദിവികാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. നമ്മൾ 3 പ്രാവശ്യം ആ നിയോഗ പ്രാർത്ഥന ഈശോയിലേക്ക് നോക്കി കരങ്ങൾ പിടിച്ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, എന്റെ ഇന്നത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, എന്റെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ, എന്റെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ.